ഓം ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്ര പരബ്രഹ്മണേ നമഃ. അറിയാം, എല്ലാവർക്കും നമസ്കാരം. വിശ്വസാഹിത്യത്തിൽ ആദികാവ്യമെന്ന പേരിൽ അറിയപ്പെടുന്ന രാമായണ കഥ ഏവർക്കും സുപരിചിതമാണ്. എന്നാൽ രാമായണ കഥയുടെ അന്തരാർത്ഥം മനസ്സിലാകാത്തതിനാൽ പല സംശയങ്ങൾ ജനങ്ങളിൽ ഇന്നും ബാക്കി നിൽക്കുന്നു. സംശയ ദൂരീകരണത്തിനുള്ള ഒരേ ഒരു പോംവഴി കഥയുടെ അന്തരാർത്ഥം ഗ്രഹിക്കുക എന്നുള്ളതാണ്. ആചാര്യന്മാർ പല കാലങ്ങളിലായി ജനങ്ങൾക്ക് ഈ രഹസ്യം പറഞ്ഞുകൊടുത്തിട്ടുണ്ട്. വിവേകാനന്ദ സ്വാമികൾ രാമായണത്തെ അധികരിച്ച് അമേരിക്കയിൽ നടത്തിയ പ്രസംഗം രാമകഥയെ തത്വവിചാരത്തിന് വിധേയമാക്കിക്കൊണ്ടാണ്. തുടർന്നു വന്ന ആചാര്യന്മാരായ ചിന്മയാനന്ദ സ്വാമികളും രംഗനാഥാനന്ദ സ്വാമികളും മറ്റും ഇത്തരം പ്രഭാഷണങ്ങൾ പല അവസരങ്ങളിലായി പല വേദികളിൽ നടത്തിയിട്ടുണ്ട്. കൂടാതെ നിർമ്മലാനന്ദഗിരി സ്വാമികൾ രാമായണ തത്വം സംഗ്രഹിച്ച് പ്രഭാഷണ രൂപത്തിലും പുസ്തക രൂപത്തിലും കൈരളിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. മറ്റു പല ആധ്യാത്മിക ആചാര്യന്മാരും ഗൃഹസ്ഥാശ്രമികളും രാമകഥയെ ആസ്പദമാക്കി നാടകങ്ങളും കവിതകളും ലേഖനങ്ങളും വ്യാഖ്യാനങ്ങളും നടത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും സംശയങ്ങൾ അവിടവിടെ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. രാമായണ തത്വം പൂർണ്ണമായും ശബ്ദരേഖാരൂപത്തിൽ തയ്യാറാക്കിയാൽ അത് ഏവർക്കും ഏറെ ഉപകരിക്കും എന്ന് മനസ്സിലായതിനാലാണ് സ്കൂൾ ഓഫ് ഭഗവത്ഗീത ഇത്തരം ഒരു ഉദ്യമത്തിന് തയ്യാറായത്. ഞങ്ങളിവിടെ തയ്യാറാക്കിയ രാമായണ തത്വമെന്ന ഈ ശബ്ദരേഖ സംപൂജ്യ ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികളുടെ രാമായണ തത്വത്തെ അടിസ്ഥാനമാക്കിയാണ്. ഭാഗവത ജ്ഞാനയജ്ഞങ്ങളിലൂടെയും മറ്റും മലയാളികൾക്ക് സുപരിചിതനാണ് സ്വാമിജി. പൂജ്യ സ്വാമിജി ശരീരത്തോടുകൂടി നമ്മോടൊപ്പം ഇന്നില്ലെങ്കിലും സ്വാമിജി അനുഷ്ഠിച്ച തപസ് എക്കാലവും ലോകത്തെ അനുഗ്രഹിക്കാൻ പോന്നതാണ്. തപോനിഷ്ഠനായ സ്വാമിജിയുടെ വാക്കുകളും ആശയങ്ങളും എന്നും നിലനിൽക്കും. സ്വാമിജിയുടെ തപസ്സിനു മുന്നിൽ ഒപ്പം മുഴുവൻ ഗുരുപരമ്പരയുടെയും പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമങ്ങളോടുകൂടി രാമായണ തത്വം എന്ന ഈ ശബ്ദരേഖ ശ്രദ്ധയോടെ സാദരം സാധകലോകത്തിന് സമർപ്പിക്കുന്നു. ശബ്ദം നൽകി രാമായണ തത്വത്തെ സമ്പുഷ്ടമാക്കിയ ഭാഗ്യലക്ഷ്മിക്കും പ്രൊഫസർ അലിയാർക്കും രാമായണ ശ്ലോകങ്ങൾ മധുരമായി ചൊല്ലിയ കാവാലം ശ്രീകുമാറിനും ഈ സതുദ്യമത്തിൽ പങ്കാളികളായ ഏവർക്കും സർവ്വവിധ ശ്രേയസ്സും ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹരി ഓം. നമസ്കാരം. രാമായണ തത്വം. പുരാരിഗിരി സംഭൂത ശ്രീരാമാർണവ സംഗത അധ്യാത്മരാമ ഗംഗേയം പുനാതി ഭുവനത്രയം. പുരാരിഗിരി സംഭൂത ശ്രീരാമാർണവ സംഗത അധ്യാത്മരാമഗംഗേയം പുനാതി ഭുവനത്രയം. ശ്രീപരമേശ്വരനാകുന്ന ഹിമാലയത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട് കീഴ്പോട്ടൊഴുകി വാൽമീകി രാമായണമാകുന്ന സമുദ്രത്തിൽ ചെന്ന് ലയിക്കുന്ന അധ്യാത്മരാമായണമാകുന്ന ഗംഗാനദി 3 ലോകത്തെയും ശുദ്ധീകരിക്കുന്നു എന്നുള്ള ഈ പ്രതിപാദനം അധ്യാത്മരാമായണവും വാൽമീകി രാമായണവും തമ്മിലുള്ള സംബന്ധത്തെയും വ്യത്യാസത്തെയും വ്യക്തമായി ഉപന്യസിക്കുന്നു. നദികളൊക്കെ സമുദ്രത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. സമുദ്രജലം നീരാവിയായി മേലോട്ട് പൊന്തി മേഘമായി തണുത്ത് കട്ടപിടിച്ച് വായുവിൽ അങ്ങിങ്ങ് പാറിക്കളിച്ച് തമ്മിൽ കൂട്ടിമുട്ടി വർഷമായി പതിച്ചൊഴുകിയിട്ടാണ് നദിയായിത്തീരുന്നത്. സമുദ്രത്തെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് നദികളുടെ ഒഴുക്ക്. അവസാനം സമുദ്രത്തിൽ കൂടി ചേർന്ന് സമുദ്രമായി തീരുകയും ചെയ്യുന്നു. എല്ലാ നദികളുടെയും ചരിത്രം ഇതാണ്. ഗംഗാനദിയുടെ പ്രത്യേകിച്ചും. ആദ്യാവസാനം സമുദ്ര സ്വരൂപങ്ങളാണ് നദികളെങ്കിലും സമുദ്രത്തേക്കാൾ ശ്രേഷ്ഠവും ഉപയോഗയോഗ്യവുമാണ് നദി. നദീജലം ശുദ്ധവും സ്നാനപാനയോഗ്യവുമാണ്. സമുദ്രം അപാരമാണ്, എങ്കിലും ജലം പാനയോഗ്യമല്ല. സമുദ്രജലം തന്നെയാണ് നദിയായി പരിണമിച്ചിരിക്കുന്നതെന്നിരുന്നാലും
സമുദ്രജലത്തിൽ നിന്ന് കുറെ അംശത്തെ വെട്ടിത്തിരിച്ച് മറ്റൊരു ചാലിൽ കൂടെ ഒഴുക്കിയതുകൊണ്ട് നദിയാവുന്നില്ല. അതിനൊരു പ്രത്യേക സംസ്കാരം വേണം താനും. ഇതുപോലെ അധ്യാത്മരാമായണമാകുന്ന ഗംഗാനദി വാൽമീകി രാമായണമാകുന്ന സമുദ്രത്തിൽ നിന്നാണ് പുറപ്പെട്ടത്. അതിൽ തന്നെയാണ് ലയിക്കുന്നതും. അപാരമാണ് വാൽമീകി രാമായണം, അല്പമാണ് അധ്യാത്മരാമായണം. എങ്കിലും ശ്രേഷ്ഠത കൂടും. വർണ്ണനങ്ങളെക്കൊണ്ട് അപാരമാണ് വാൽമീകി രാമായണം. തത്വവിചാരം കൊണ്ടും ഭക്തിപ്രകടനം കൊണ്ടും സുന്ദരമാണ് അധ്യാത്മരാമായണം. ഈ കാരണത്താൽ വാൽമീകി രാമായണം ഒരാളെ രസിപ്പിക്കുമ്പോൾ അധ്യാത്മരാമായണം ജീവനെ ശുദ്ധീകരിക്കുന്നു. ഇതാണ് വാൽമീകി രാമായണവും അധ്യാത്മരാമായണവും തമ്മിലുള്ള സംബന്ധവും വ്യത്യാസവും. അതിനാൽ വാൽമീകി രാമായണത്തെയല്ല, അധ്യാത്മരാമായണത്തെയാണ് ഇവിടെ തത്വനിരൂപണ സ്വരൂപേണ പ്രകാശിപ്പിക്കാൻ പോകുന്നത്. ശ്രീ വാൽമീകി മഹർഷിയാണല്ലോ രാമായണത്തിന്റെ ആചാര്യൻ. തമസാ നദീതീരത്തായിരുന്നു അദ്ദേഹത്തിന്റെ പുണ്യാശ്രമം. തപസ്സും സ്വാധ്യായവും ബ്രഹ്മനിഷ്ഠയുമായി അവിടെ കഴിഞ്ഞുകൂടുമ്പോൾ ഒരു ദിവസം പതിവ് പോലെ നദിയിലേക്ക് സന്ധ്യാവന്ദനത്തിന് പോയതായിരുന്നു. അവിടെ വെച്ചൊരനിഷ്ട സംഭവം കാണാനിടയായി. ദാമ്പത്യലീല ചെയ്തുകൊണ്ടിരുന്ന 2 ക്രൗഞ്ചപക്ഷികളിൽ ഒന്നിനെ പതിയിരുന്ന കാട്ടാളൻ ഒരു ശരം കൊണ്ട് കൊന്നു വീഴ്ത്തി. ആൺപക്ഷി ചത്തുവീണപ്പോൾ പെൺപക്ഷി സങ്കടം സഹിക്കാതെ ദയനീയമാകും വണ്ണം നിലവിളിക്കുകയും ചിറകിട്ടടിക്കുകയും ചെയ്തു. ദുഃഖപരവശയായ ആ സാധുപക്ഷിയുടെ ദയനീയ അവസ്ഥയെ കണ്ട് വാൽമീകി മഹർഷിയുടെ മനസ്സലിഞ്ഞു. അദ്ദേഹം അറിയാതെ തന്നെ ഏതോ ഒരു ദിവ്യശക്തിയാൽ പ്രചോദിതനായി ആ കാട്ടാളനെ ശപിക്കുന്ന തരത്തിലുള്ള ഒരു വാക്ക് അദ്ദേഹത്തിന്റെ നാവിൽ കൂടി പുറത്തുവന്നു. അത് ശ്ലോകരൂപത്തിലുമായിരുന്നു. അതുവരെയും ഇല്ലാത്തതും അപ്പോൾ പുതുതായി ആരംഭിച്ചതുമാണ് ശ്ലോകഘടന. അക്ഷരസമൂഹത്തെ വൃത്തനിബന്ധനയിലൊതുക്കി ആശയ വെളിപ്പെടുത്തലാണല്ലോ ശ്ലോകത്തിന്റെ രൂപം. ഈ സമ്പ്രദായം ആദ്യം തന്നെ ലോകത്തിൽ പ്രകടമായി തീർന്നത് വാൽമീകിയിൽ കൂടിയാണ്. വാൽമീകിയിൽ കൂടെ ഒന്നാമതായി പുറപ്പെട്ട പ്രസ്തുത ശ്ലോകം കാട്ടാളനെ ശപിക്കാൻ വേണ്ടിയായിരുന്നുവെങ്കിലും അതേ സമയത്ത് ശ്രീരാമചന്ദ്ര സ്വരൂപിയായ ഭഗവാന് ഒരാശംസയുമായിരുന്നു. മാ നിഷാദ പ്രതിഷ്ഠാ ത്വമഗമ ശാശ്വതീ സമാഹ യത് ക്രൗഞ്ചമിഥുനാദേഹമവധി കാമ മോഹിതം. ഇതാണ് പ്രസിദ്ധമായ പ്രസ്തുത ശ്ലോകം. ക്രൗഞ്ചമിഥുനത്തിൽ നിന്ന് കാമമോഹിതമായ ഒന്നിനെ കൊന്ന് പെൺപക്ഷിയെ ദുഃഖിപ്പിച്ചതുകൊണ്ട് അല്ലയോ കാട്ടാള, നീ നശിച്ചുപോ. ഇതാണ് ശാപസ്വരൂപമായ അർത്ഥം. ക്രൗഞ്ചമിഥുനത്തിൽ നിന്ന് കാമമോഹിതമായ ഒന്നിനെ കൊന്ന് ലോകത്തെ രക്ഷിച്ചതുകൊണ്ട് അല്ലയോ ലക്ഷ്മീവല്ലഭനായ ശ്രീരാമചന്ദ്ര, അവിടുന്ന് എന്നും ജീവിച്ചിരിക്കട്ടെ. ഇതാണ് അനുഗ്രഹസ്വരൂപമായ അർത്ഥം. ആദ്യത്തേതിൽ ക്രൗഞ്ചമിഥുനത്തിന് ക്രൗഞ്ചപക്ഷികളുടെ യുഗ്മമെന്നും രണ്ടാമത്തേതിൽ മണ്ഡോദരീ രാവണന്മാരാകുന്ന രാക്ഷസ ദമ്പതികളെന്നും അർത്ഥമാണ്. കാമമോഹിതനായ രാവണനെ കൊന്ന് ലോകത്തെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ രാമായണസാരം മിക്കവാറും ഒതുങ്ങിയതായി കരുതാം. ഏതായാലും ഈ ശ്ലോകമാണ് രാമായണമാകുന്ന മഹാവൃക്ഷത്തിന്റെ വിത്ത്. ഇത് പൊട്ടിമുളച്ച് പടർന്നു പിടിച്ചിട്ടാണ് ഇന്ന് നാം കാണുന്ന രാമായണ വൃക്ഷങ്ങളൊക്കെ ഉണ്ടായത്. രാമായണ കൃഷിക്കുള്ള ഈ ആദി ബീജം വാൽമീകിക്കാണ് കിട്ടിയതെന്ന കാരണത്താൽ ആദ്യത്തെ കൃഷിക്കാരൻ അദ്ദേഹം തന്നെയായി. അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ വിത്തുകൊണ്ടാണ് പിന്നീട് മറ്റുള്ളവർ കൃഷി ചെയ്തത്. സന്ധ്യാവന്ദനവും കാട്ടാളനെ ശപിക്കലും കഴിഞ്ഞ് മഹർഷി തന്റെ ആശ്രമത്തിൽ മടങ്ങിയെത്തിയപ്പോഴേക്ക് ജഗത്തിന്റെ സൃഷ്ടികർത്താവും വേദസ്വരൂപനുമായ ബ്രഹ്മദേവൻ വാൽമീകിയെ കാണാൻ വേണ്ടി അവിടേക്കെഴുന്നള്ളി. വാൽമീകിക്ക് അത്ഭുതമായി. ദേവശ്രേഷ്ഠനായ ഹിരണ്യഗർഭൻ തന്നെ കാണാൻ വേണ്ടി തന്റെ ആശ്രമത്തിലേക്ക് എഴുന്നള്ളുകയെന്നാൽ ഇതെന്തൊരു കഥയാണ്? ഏതായാലും വാൽമീകി മഹർഷി പരിഭ്രമിച്ചു. വേഗത്തിൽ അദ്ദേഹത്തെ വേണ്ട പോലെ പൂജിച്ചു വന്നിച്ചു. ബ്രഹ്മദേവൻ വാൽമീകി കാട്ടാളനെ ശപിച്ച ശ്ലോകത്തിലൊതുങ്ങിയ രാമായണാർത്ഥത്തെ പ്രകാശിപ്പിച്ച് അതിനെ വിസ്തരിച്ചുപന്യസിക്കാൻ നിർദ്ദേശിച്ച് വാൽമീകിയെ അനുഗ്രഹിച്ച് അന്തർധാനവും ചെയ്തു. ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം വാൽമീകി മഹർഷി സമാഹിത ചിത്തനായി
രാമായണ ചരിത്രങ്ങളെ സമാധിയിൽ കൂടി ദർശിച്ച് തനിക്കറിയാൻ കഴിഞ്ഞതിനെ പുറമേക്ക് പ്രകാശിപ്പിച്ചു. അതാണ് ആദി രാമായണം അല്ലെങ്കിൽ വാൽമീകി രാമായണം. ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം, ഉത്തരകാന്ഡം, ഇങ്ങനെ 7 കാണ്ഡങ്ങളും 7ലും കൂടി ആകെ 24,000 ശ്ലോകങ്ങളുമായിട്ടാണ് വാൽമീകി മഹർഷിയുടെ രാമായണത്തിന്റെ ആവിഷ്കരണം. ശ്രീ പരമേശ്വരൻ പാർവതിക്ക് ഉപദേശിക്കുന്ന സ്വരൂപത്തിലാണ് അധ്യാത്മരാമായണം പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത്. അതിനാൽ ആചാര്യൻ ശ്രീ പരമേശ്വരനാണെന്ന് വ്യക്തമായി. എന്നാൽ ഗ്രന്ഥത്തിന്റെ പ്രണേതാവ് ആരെന്ന വിഷയത്തിൽ പലരുടെയും പലതരത്തിലുള്ള അഭിപ്രായങ്ങളും കുഴഞ്ഞുമറിഞ്ഞു കിടക്കുകയാണ്. അധ്യാത്മരാമായണത്തിന്റെയും കർത്താവ് ശ്രീ വേദവ്യാസ മഹർഷി തന്നെയാണെന്നാണ് വിദ്വാൻമാരുടെ ഇടയിൽ ഭൂരിപക്ഷമായ അഭിപ്രായം. അല്ലെങ്കിൽ ഗ്രന്ഥത്തെ രചിച്ച കവിയെക്കുറിച്ചുള്ള അന്വേഷണമല്ല, ഗ്രന്ഥപ്രതിപാദിത വിഷയമാണല്ലോ ഓരോരുത്തർക്കും ആവശ്യമായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കതിലേക്ക് കടക്കാം. 4000 ശ്ലോകങ്ങളെ കൊണ്ട് വാൽമീകി രാമായണം എന്ന പോലെ 7 കാണ്ഡങ്ങളായി ഗ്രഥിക്കപ്പെട്ടതാണ് അധ്യാത്മരാമായണം. മിക്കവാറും വാൽമീകി രാമായണത്തിലെ എല്ലാ കഥകളെയും അധ്യാത്മരാമായണവും സ്പർശിച്ചിട്ടുണ്ട്. ദുർലഭം ചിലതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ടെന്ന് മാത്രം. എന്നാൽ പ്രകൃതി സൗന്ദര്യത്തിന്റെ വർണ്ണനം വാൽമീകി രാമായണത്തെ അപേക്ഷിച്ച് മുഴുവൻ തന്നെയും തള്ളിക്കളഞ്ഞിട്ടുണ്ടെന്ന് പറയണം. എന്നാൽ ആത്മസൗന്ദര്യത്തെ പറയാവുന്നിടത്തോളം പറഞ്ഞിട്ടുമുണ്ട്. ആത്മീയ മാർഗത്തിൽ ഏറ്റവും സുന്ദരമായൊരു പുതിയ വെളിച്ചം പരത്തിയിട്ടുണ്ട് അധ്യാത്മരാമായണമെന്ന് പറയണം. കെട്ടുറപ്പുള്ള കഥാഘടനയിൽ കൂടെ യുക്തിപൂർവമായ തത്വവിചാരം കൊണ്ടും ചിത്തത്തിന്റെ അടിയിലേക്ക് ആഞ്ഞിറങ്ങുന്ന ഭക്തിപ്രകടനം കൊണ്ടും സാധകന്മാരുടെ മനസ്സിനെ പൂർണ്ണമായും ആകർഷിക്കുന്നുണ്ട് അധ്യാത്മരാമായണം. അതിനാൽ അതൊരു ഹൃദയസ്പർശിയായ വേദാന്ത ഗ്രന്ഥമെന്നോ ഭക്തിശാസ്ത്രമെന്നോ പറഞ്ഞാൽ തെറ്റില്ല. ആകൃതി കൊണ്ട് കേവലം ഇതിഹാസമാണെങ്കിലും ഇതിഹാസത്തിന്റേതിൽ നിന്ന് എത്രയോ ഉയർന്നതായ സ്ഥാനം കൈവരാനുള്ള കാരണവും അതുതന്നെ. കേട്ടുകേൾവിയുള്ള കഥകളിൽ കൂടെ തത്വങ്ങളുടെ ആവിഷ്കരണവും സമർത്ഥനവുമാണല്ലോ ഇതിഹാസത്തിന്റെ രൂപം. ആ കാര്യം സമർത്ഥമാവണ്ണം നിർവഹിച്ച ഗ്രന്ഥങ്ങൾ വേറെയുമുണ്ട്. എന്നാൽ അവയ്ക്കൊന്നും രാമായണത്തിന്റെ സ്ഥാനമില്ല. അതിന്റെ കാരണവും ആദ്യം പറഞ്ഞത് തന്നെ. മനുഷ്യന്റെ ധർമ്മനിഷ്ഠയാകുന്ന അതിർത്തിയുടെ ഉള്ളിൽ ഈശ്വരനെ ഒതുക്കി നിർത്തുകയെന്ന അത്ഭുത കൃത്യവും രാമായണത്തിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. ശ്രീരാമന്റെ സത്യനിഷ്ഠ, ഏകപത്നീവ്രതം എന്നിവ അതിനുദാഹരണങ്ങളാണ്. വാൽമീകി രാമായണം ആദർശവാനായ ഒരു ഉത്തമ മനുഷ്യനായി രാമനെ ചിത്രീകരിക്കുമ്പോൾ അധ്യാത്മരാമായണം ശ്രീരാമനെ സാക്ഷാൽ ഈശ്വരനായി കാണിച്ചു തരുന്നു. വാൽമീകി രാമായണം ഈശ്വരനെ മനുഷ്യനായി തരംതാഴ്ത്തുമ്പോൾ അധ്യാത്മരാമായണം മനുഷ്യനെ ഈശ്വരനാക്കി ഉയർത്തുന്നു. ഇതാണ് രണ്ടും തമ്മിലുള്ള മുഖ്യമായ വ്യത്യാസവും. ഈശ്വരൻ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വരലല്ല, മനുഷ്യൻ ഈശ്വരങ്കിലേക്ക് ഉയരലാണ് ഒരാൾക്ക് ആവശ്യം. അതായത് ഈശ്വരൻ മനുഷ്യനെപ്പോലെ ആയിത്തീരലല്ല, മനുഷ്യൻ ഈശ്വരനെപ്പോലെ ആയിത്തീരലാണ് ആവശ്യം. അതാണ് അധ്യാത്മരാമായണം നിർവഹിക്കുന്നത്. ഈ വസ്തുത രാമായണത്തിൽ പലയിടത്തും വ്യക്തമാക്കിയിട്ടുണ്ട്. അത് അതിനുള്ളിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും. കൂടാതെ പലതരത്തിലുള്ള പാത്രങ്ങളിൽ കൂടെ ജീവനും ഈശ്വരനും തമ്മിലുള്ള ബന്ധത്തെ പല സ്വരൂപത്തിൽ ചിത്രീകരിച്ച് ഇത്രയും സുന്ദരമായൊരു ആധ്യാത്മിക ഗ്രന്ഥം മറ്റൊന്നുണ്ടോ എന്നുപോലും സംശയമാണ്. ബന്ധുവായും സ്നേഹിതനായും ഭൃത്യനായും ഭക്തനായും ശത്രുവായും ഒക്കെ ഒരു ജീവന് ഈശ്വരനോടടുക്കാൻ കഴിയുമെന്ന് പഠിപ്പിക്കുന്നു രാമായണം. അങ്ങനെ തന്നെ ധർമ്മം തെറ്റാതെ ജീവിക്കുന്ന ഒരാൾക്ക് പ്രസ്തുത ധർമ്മനിഷ്ഠ ഒന്നുകൊണ്ട് തന്നെ ജന്മസാഫല്യത്തെ പ്രാപിക്കാമെന്നും കാണിച്ചു തരുന്നു. ചിത്തശുദ്ധി വന്ന് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഉണ്ടായാൽ വെറും പ്രാകൃതനായ മനുഷ്യനും പക്ഷിമൃഗാദികൾക്ക് കൂടിയും ഈശ്വരത്വം പ്രാപിക്കാമെന്നും വ്യക്തമാക്കുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ലൗകിക നിയമങ്ങളെ തല്ലിത്തകർത്തുകൊണ്ടുള്ള ചില ചിത്രങ്ങളും രാമായണത്തിലുണ്ട്. ആ ഇനത്തിൽപ്പെട്ടവയാണ് ബാലീവധവും സീതാപരിത്യാഗവും മറ്റും. പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയുമൊക്കെ ലക്ഷ്യം വേദാർത്ഥങ്ങളുടെ വിശദീകരണമാണ്. കഥാകോളങ്ങളിൽ കൂടെ സാധിക്കുന്നതും അതിനെയാണ്. കഥകളായി രൂപം കൊള്ളുമ്പോൾ തത്വപ്രതിപാദനമായാലും ലോക നിയമങ്ങളിൽ കൂടെയേ ഒഴുകാൻ പറ്റൂ. നിവൃത്തിയുള്ളതും അങ്ങനെ തന്നെ ചെയ്യുന്നു പുരാണേതിഹാസ കർത്താക്കന്മാർ. എന്നാൽ
ഒരു കഥയിൽ നിലവിലുള്ള തത്വപ്രതിപാദനത്തിന് യോജിക്കാതെ വിലങ്ങടിച്ചു നിൽക്കുന്നു ലോകനിയമമെന്ന് വന്നാൽ, അതായത് തത്വപ്രതിപാദനത്തെയോ ലോകനിയമത്തെയോ ഏതെങ്കിലും ഒന്നിനെ ബലി കഴിക്കണമെന്ന് വന്നാൽ, അപ്പോൾ തത്വപ്രതിപാദനത്തെയല്ല ലോകനിയമത്തെയായിരിക്കും തള്ളിക്കളയുന്നത്. അതാണ് ബാലിവധാദി കഥകളിൽ കാണുന്ന വൈരുദ്ധ്യം. ഇങ്ങനെ നാനാതരത്തിൽ അപാരങ്ങളായ നന്മകളുടെയും ഈശ്വര മഹിമയുടെയും അവസാനമില്ലാത്ത കലവറയാണ് അധ്യാത്മരാമായണം. അതിന്റെ പുറമേ നിന്നുള്ള നോട്ടം നിർത്തി നമുക്കിനി അകത്തേക്ക് കടന്നു നോക്കാം. യപൃഥ്വീഭരവാരണായ ദിവിജൈഃ സംപ്രാർത്ഥിതശ്ചിന്മയ സംജാത പൃഥിവീതലേ രവികുലേ മായാമനുഷ്യോ വ്യയ നിശ്ചക്രം ഹതരാക്ഷസ പുനരഗാദ് ബ്രഹ്മത്വമാദ്യം സ്ഥിരാം കീർത്തിം പാപഹരാം വിധായ ജഗതാം തം ജാനകീശം ഭജേ. ജ്ഞാനസ്വരൂപനും ജന്മവിനാശാദിഭാവങ്ങളെ അതിക്രമിച്ചിരിക്കുന്നവനാണെങ്കിലും ഭഗവാൻ ശ്രീഹരി സ്വശക്തിസ്വരൂപിണിയും സത്വാദിഗുണമയിയുമായ മായയെ സ്വേച്ഛയാ അംഗീകരിച്ച് ഭൂമിയിൽ സൂര്യവംശത്തിൽ അവതരിച്ച് രാക്ഷസന്മാരെ നിശ്ശേഷം സംഹരിച്ചു. ശ്രവണകീർത്തനാദികളിൽ മനസ്സിരുത്തുന്ന ജനങ്ങളുടെ സർവ്വപാപങ്ങളെയും നശിപ്പിച്ച് അവർക്ക് പരമാനന്ദത്തെ നൽകുവാൻ സമർത്ഥയായിരിക്കുന്ന സ്വവ്യാപാരജന്യകീർത്തിയെ ലോകത്തിൽ സ്ഥിരപ്പെടുത്തിയ ശേഷം ആദ്യമായ ബ്രഹ്മഭാവത്തെ പ്രാപിക്കുകയും ചെയ്തു. സീതാവല്ലഭനായ ആ ദേവനെ, ശ്രീരാമചന്ദ്രനെ ഞാൻ പരമപ്രേമത്തോടുകൂടെ സർവാത്മഭാവേന ശരണം പ്രാപിക്കുന്നേ. ബാലകാന്ഡം. ശ്രീരാമഹൃദയം. കൈലാസനാഥനായ ഭഗവാൻ ശ്രീപരമേശ്വരന്റെ വാമാംഗ സംസ്ഥയായ ഹൈമവതീ ദേവി ഒരിക്കൽ വളരെ ഭക്തിയോടും വിനയത്തോടും കൂടി ഭഗവാനോട് തനിക്ക് തത്വം ഉപദേശിച്ചു തന്നാൽ കൊള്ളാമെന്നപേക്ഷിച്ചു. ജ്ഞാനവൈരാഗ്യങ്ങളോടുകൂടിയ വിജ്ഞാനത്തെയാണ് ഉപദേശിപ്പാൻ അപേക്ഷിക്കുന്നത്. എന്നാൽ അപ്പോൾ തന്നെ ശ്രീരാമന്റെ തത്വരഹസ്യത്തെ ആദ്യം തന്നെ ഉപദേശിച്ചാൽ കൊള്ളാമെന്നും അപേക്ഷിക്കുന്നുണ്ട്. ഇതാണ് അധ്യാത്മരാമായണോപദേശത്തിനു വേണ്ടി ശിഷ്യയായ പാർവതീദേവിയുടെ ചോദ്യം. ഈ ചോദ്യത്തെ പുരസ്കരിച്ചാണ് ആചാര്യനായ ശ്രീപരമേശ്വരൻ അധ്യാത്മരാമായണത്തെ ഉപദേശിക്കുന്നത്. ഈ ചോദ്യത്തിൽ നിന്ന് ശ്രീരാമൻ എന്നാൽ ഒരു വ്യക്തിയല്ല, ഒരു തത്വമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ അഭിപ്രായത്തെ ഒരിക്കൽ കൂടെ ബലപ്പെടുത്താൻ വേണ്ടിയോ എന്ന് തോന്നുമാറ് ഉപദേശത്തിന്റെ ആരംഭവും ഇതേ കാര്യത്തെ പറഞ്ഞുകൊണ്ടാണ്. രാമനെന്ന് പറഞ്ഞാൽ ഇന്ന തത്വമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഉപദേശം ആരംഭിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ അവശ്യം അറിഞ്ഞിരിക്കേണ്ട പരമമായ തത്വത്തെയാണ് രാമനിൽ കൂടെ ആവിഷ്കരിച്ചിരിക്കുന്നതെന്നും മനുഷ്യനായും മനുഷ്യോചിത ചേഷ്ടകളിൽ കൂടെയും അവതരിപ്പിക്കുമ്പോൾ മാത്രമേ മനുഷ്യരുടെ പ്രജ്ഞയ്ക്ക് എളുപ്പത്തിൽ ഗ്രഹിക്കാനും പ്രായോഗികമാക്കി തീർക്കാനും കഴിയൂ എന്ന സിദ്ധാന്തമാണ് അതിനടിയിലുള്ളതെന്നും ബോധിക്കാം. പരമമായ തത്വത്തെയാണ് രാമനായി ആവിഷ്കരിച്ചതെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട മറ്റ് തത്വങ്ങളെയും അവയുടെ ഉപാധികളെയുമാണ് രാമനോട് ബന്ധപ്പെട്ട മറ്റ് ജനങ്ങളായും അവതരിപ്പിക്കുന്നതെന്നും ധരിക്കണം. ഈ ദൃഷ്ടി വെച്ചുകൊണ്ടാവണം നാം രാമായണത്തിലേക്ക് കടക്കാൻ. എങ്കിലേ രാമായണത്തിന്റെ സൗന്ദര്യത്തെ വേണ്ട പോലെ ആസ്വദിക്കാൻ പറ്റൂ. പ്രസ്തുത ദൃഷ്ടിയിൽ കൂടെ രാമായണത്തെ വീക്ഷിക്കുമ്പോൾ കഥകളും കഥാപാത്രങ്ങളും വെറും ഗോളങ്ങൾ മാത്രമാണ്. അവയെ തട്ടിക്കളയുമ്പോൾ ശേഷിക്കുന്നത് നിഷ്കൃഷ്ടമായ വേദാന്ത തത്വം മാത്രവുമാണ്. ഇതാണ് അധ്യാത്മരാമായണം കഥാസ്വരൂപേണ വീക്ഷിക്കുമ്പോൾ ഇതിഹാസമാണെങ്കിലും താത്വികമായി ഗ്രഹിക്കപ്പെടുമ്പോൾ ഏറ്റവും മനോഹരമായ വേദാന്ത പ്രകരണമാണെന്ന് പറയാനും കാരണം.
ശ്രീ പാർവതീദേവിയുടെ ഭക്തിശ്രദ്ധാ വിനയപുരസരമുള്ള ചോദ്യത്തെ കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ ശ്രീ പരമേശ്വരൻ ആദ്യം തന്നെ ദേവിയെയും ദേവിയുടെ ചോദ്യത്തെയും പുകഴ്ത്തുകയാണ് ചെയ്യുന്നത്. ഭഗവാൻ അരുളി ചെയ്യുകയാണ്, നീ ധന്യയും ഭാഗ്യവതിയുമാണ്. എന്തുകൊണ്ടെന്നാൽ ശ്രീരാമതത്വത്തെ അറിഞ്ഞാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്തുവല്ലോ. സാധാരണ ആരും പതിവില്ലാത്തതാണ് രാമതത്വാന്വേഷണം. നിനക്കത് ചെയ്യാൻ തോന്നി എന്നത് ഭാഗ്യത്തിന്റെയും പുണ്യത്തിന്റെയും സൂചനയാണ്. എത്രയോ ജന്മങ്ങളിൽ ആർജിച്ച സുഹൃതം കൊണ്ട് ദുരിതം നശിച്ച പുണ്യാത്മാവായ ഒരാൾക്ക് ഭാഗ്യകാലത്ത് മാത്രമാണ് രാമതത്വാന്വേഷണവും അറിവും ഉണ്ടായിത്തീരുന്നതെന്ന് ഈ അഭിനന്ദനം കൊണ്ട് ഭഗവാൻ വ്യക്തമാക്കിയിരിക്കുന്നു. രാമതത്വത്തെ ഒരാൾക്ക് ശരിക്കറിയാൻ കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ജന്മം സഫലമായി എന്നും അതിന്റെ മഹാത്മ്യ കഥനം കൊണ്ട് വ്യഞ്ജിപ്പിച്ചിരിക്കുന്നു. ചോദ്യത്തെ അഭിനന്ദിച്ച ശേഷം വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു. രാമനെന്നു പറഞ്ഞാൽ സാക്ഷാൽ പരമാത്മാവെന്നർത്ഥമാണ്. അല്ലെങ്കിൽ വാക്കിനും മനസ്സിനും എത്താൻ കഴിയാത്തതും പ്രകൃതിക്കതീതവും എല്ലാറ്റിനും കാരണവും സർവോപാധി വിനിർമുക്തവും അപരിച്ഛിന്നവും സച്ചിദാനന്ദ സ്വരൂപവുമായ പരചൈതന്യത്തെയാണ് രാമനെന്ന് പറയുന്നത്. അധ്യാത്മരാമായണമാകുന്ന ഈ ഗ്രന്ഥത്തിൽ എവിടെയൊക്കെ രാമനെന്ന് പറയുന്നുവോ അവിടെയൊക്കെ ഇതേ അർത്ഥത്തെ ധരിക്കേണ്ടതാണ്. അങ്ങനെ തന്നെ പരമാത്മാവിനധീനയും വിശ്വസൃഷ്ടിക്ക് കാരണവും ത്രിഗുണാത്മികയുമായ മൂലപ്രകൃതിയെയാണ് സീതയെന്നും പറയുന്നത്. സീതയെന്ന ശബ്ദത്തിനും ഇതേ അർത്ഥത്തെയാണ് ഈ ഗ്രന്ഥത്തിൽ എല്ലായിടത്തും ഗ്രഹിക്കേണ്ടത്. വാക്മനസ്സുകൾക്ക് ഗോചരമല്ലാത്തതാണ് പറയപ്പെട്ട പ്രകൃതിയും പരമാത്മാവുമാകുന്ന തത്വങ്ങളെന്ന കാരണത്താൽ മന്ദപ്രജ്ഞരായ മനുഷ്യരുടെ അറിവിനും അനുഭൂതിക്കും വേണ്ടി മനുഷ്യഭാവത്തിൽ പ്രസ്തുത രണ്ട് തത്വങ്ങളെയും ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന് മാത്രം. ഈ വസ്തുത ശ്രീരാമനും സീതാദേവിയും ഹനുമാനും തമ്മിൽ നടന്ന സംഭാഷണത്തിൽ കൂടെ വ്യക്തമായി അറിയാൻ കഴിയുന്നതിനാൽ അതിനെ ഇവിടെ ഉപന്യസിക്കാം. രാവണവധാനന്തരം അയോധ്യയിൽ മടങ്ങിവന്ന് പട്ടാഭിഷേകം കഴിഞ്ഞ് ലങ്കയിൽ നിന്നും കിഷ്കിന്ധയിൽ നിന്നും വന്ന എല്ലാവരെയും യഥോചിതം സമ്മാനിച്ചയച്ച ശേഷവും അത്യന്ത ഭക്തനായ ആഞ്ജനേയൻ ഭഗവാനെ വിട്ടുപിരിയാനുള്ള വൈമനസ്യം കൊണ്ട് പിന്നെയും കുറെ ദിവസം രാമപാദ ശുശ്രൂഷയും ചെയ്തുകൊണ്ട് അയോധ്യ രാജധാനിയിൽ തന്നെ താമസിച്ചു വന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സീതാദേവിയോടുകൂടി സിംഹാസനസീനനായിരിക്കുന്നതിനെ കണ്ട് ഭക്തശ്രേഷ്ഠനായ വായുപുത്രൻ ഭക്തിപരവശനായി പതുക്കെ അടുത്തു ചെന്നു ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ വീണു വണങ്ങി അർദ്ധനിമീലിത നേത്രനായി കൂപ്പിത്തൊഴുതുകൊണ്ട് മുമ്പിൽ നിന്നു. ഹനുമാന്റെ ഇപ്രകാരമുള്ള ഭക്തിപ്രഭാവത്തെയും ഭഗവാനു വേണ്ടി എന്തും ചെയ്യാനുള്ള സന്നദ്ധതയിൽ തഴച്ചു നിൽക്കുന്ന ത്യാഗത്തെയും കണ്ട് ഭഗവാന്റെ മനസ്സലിഞ്ഞു. ശ്രീരാമചന്ദ്രൻ ഹനുമാനിൽ തികച്ചും കരുണാപരവശനായി. അതിന്റെ ഫലമായി ആഞ്ജനേയന് സത്യമായ ജ്ഞാനം ഉപദേശിക്കാൻ തീർച്ചപ്പെടുത്തി. അത്യന്ത ഭക്തനായ ഈ മാരുതി പരമനിഷ്കളങ്കനാണ്. രാമഭക്തി കൊണ്ട് ഇവന്റെ എല്ലാ ദുരിതങ്ങളും നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജ്ഞാനപ്രദാനത്തിന് തികച്ചും പാത്രമായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടവന് സത്യമായ ജ്ഞാനത്തെ ഉപദേശിക്കൂ. മറ്റൊന്നിലും ഇവൻ ആഗ്രഹവുമില്ല എന്നിങ്ങനെ സീതാദേവിയോട് അരുളി ചെയ്തു ഭഗവാൻ. ഭഗവാന്റെ വാത്സല്യപൂർണമായ ഈ വാക്ക് കേട്ട ദേവി ഹനുമാനെ അനുഗ്രഹിച്ചുകൊണ്ട് രാമതത്വത്തിന്റെ രഹസ്യത്തെ ഉപദേശിക്കാൻ തുടങ്ങി. വത്സ, ഈ രാമചന്ദ്രൻ എല്ലാറ്റിനും സാക്ഷിയും കേവലം അകർത്താവും അഭോക്താവുമായ സാക്ഷാൽ പരമാത്മാവാണ്. ഞാൻ അവിടേക്ക് സ്വാധീനമായ മൂലപ്രകൃതിയും. അവിടുത്തെ സാന്നിധ്യത്തിൽ എല്ലാം ഞാനാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ എനിക്കൊന്നും ചെയ്യാനുള്ള കഴിവില്ല. എങ്കിലും ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് എല്ലാ കഴിവുകളും ഉണ്ടാകുന്നു. പരമാത്മാവായ രാമന്റെ സന്നിധാന വിശേഷം കൊണ്ട് എനിക്കെല്ലാറ്റിനും ശക്തിയും ഉണ്ടാകുന്നു. എല്ലാറ്റിനും കർത്താവാണ് രാമൻ, എല്ലാം രാമനാണ് ചെയ്യുന്നത് എന്നു തോന്നും അജ്ഞന്മാർക്ക്. എന്നാൽ രാമൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല, എല്ലാം ഞാനാണ് ചെയ്യുന്നത്. എനിക്കുള്ള ശക്തിയാകട്ടെ രാമന്റെ സാന്നിധ്യം മാത്രമാണ്. എന്നോടുകൂടാതെ രാമൻ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. രാമനോടുകൂടാതെ എനിക്കും ഒന്നും ചെയ്യാനും ശേഷിയില്ല. അതിനാൽ രാമനോടുകൂടാതെ ഞാനോ എന്നോടുകൂടാതെ രാമനോ ഇരിക്കാറില്ല.
അജ്ഞന്മാരുടെ ദൃഷ്ടിക്ക് ഞങ്ങൾ വേർപിരിഞ്ഞതായി തോന്നാമെങ്കിലും ഒരിക്കലും ഞങ്ങൾ പിരിഞ്ഞിരിക്കലില്ല. അയോധ്യയിൽ അവതാരവും വിശ്വാമിത്രന്റെ യാഗരക്ഷയും മാരീച സുബാഹുക്കളെ ശാസിക്കയും അഹല്യയെ ഉദ്ധരിക്കലും മഹേശ്വര ചാപഭഞ്ജനവും സീതാവിവാഹവും ഭാർഗവരാമ വിജയവും സത്യരക്ഷണത്തിനു വേണ്ടിയുള്ള വനയാത്രയും വനവാസവും അനേകം രാക്ഷസന്മാരുടെ വധവും അവസാനം രാവണവധവും അയോധ്യയിലേക്ക് മടങ്ങിവരലും പട്ടാഭിഷേകവും എല്ലാം രാമൻ ചെയ്തതായി അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു ഈ മൂഢലോകം. എന്നാൽ പറയപ്പെട്ട സംഗതികളിൽ ഒന്നുപോലും രാമൻ ചെയ്തിട്ടില്ല. എല്ലാം ഞാനാണ് ചെയ്തത്. ഞാനില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. രാമനില്ലായിരുന്നുവെങ്കിൽ എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ സാധ്യവുമല്ല. അതിനാൽ ഞാനും രാമനും ഒന്നിച്ചു ചേർന്നിരിക്കുമ്പോഴാണ് എല്ലാം ഉണ്ടാവുന്നത്. എന്നാലും രാമൻ നിഷ്ക്രിയനും നിരീഹനുമാണ്. അതിനാൽ ഒന്നിനും കർത്താവോ ഭോക്താവോ ആവുന്നില്ല. ജഗത്തിൽ കാണപ്പെടുന്ന എല്ലാ സംഗതികളും ഇങ്ങനെ തന്നെ. എല്ലാം രാമൻ ചെയ്യുന്നതായി തോന്നും. പക്ഷേ ഒന്നിനും രാമന് കർത്തൃത്വമില്ല. രാമന്റെ സാന്നിധ്യത്താൽ കിട്ടുന്ന ശക്തി കൊണ്ട് മൂലപ്രകൃതിയായ ഞാനാണ് എല്ലാം ചെയ്യുന്നത്. ജഗത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ തന്നെയും രാമസാന്നിധ്യത്തിൽ ഞാനാണ് നടത്തുന്നത്. എന്റെ എല്ലാ പ്രവൃത്തികൾക്കും രാമൻ സാക്ഷി മാത്രമാണ്. ഓരോ വ്യക്തിയിലും രാമൻ ആത്മസ്വരൂപേണ പ്രകാശിക്കുന്നു. രാമന്റെ വശവർത്തിയായ പ്രകൃതിയായി ഞാനും വിളങ്ങുന്നു. ഓരോ ശരീരത്തിൽ കൂടെയും ചെയ്യപ്പെടുന്ന എല്ലാ കർമ്മങ്ങളും ഞാനാണ് ചെയ്യുന്നത്. മൂഢനായ ജീവൻ പരമാർത്ഥമറിയാതെ ഭ്രമിച്ച് എല്ലാ കർമ്മങ്ങൾക്കും താനാണ് കർത്താവെന്ന് അഭിമാനിക്കുന്നു. അത് കാരണത്താൽ കർമ്മബന്ധനായി വീണ്ടും വീണ്ടും ജനിക്കുകയും മരിക്കുകയും സുഖിക്കുകയും ദുഃഖിക്കുകയും എല്ലാം ചെയ്യുന്നു. എന്നെയും രാമനെയും തിരിച്ചറിയുമ്പോൾ എല്ലാ ബന്ധങ്ങളിൽ നിന്നും നിത്യനിവൃത്തനും സുഖിയുമായി തീരുകയും ചെയ്യുന്നു. വത്സ, ഈ തത്വത്തെ വേണ്ട പോലെ നിരൂപിച്ചറിഞ്ഞ് നിന്നിൽ ആത്മസ്വരൂപിയായി വിളങ്ങുന്ന പരമാത്മാവായ രാമനെ അറിഞ്ഞ് സർവാത്മനാ ശരണം പ്രാപിച്ച് സംസാരത്തിൽ നിന്ന് നിവൃത്തനും മുക്തനുമാവൂ. ഇതാണ് സീതാദേവി ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഹനുമാന് കൊടുത്ത ഉപദേശം. ഇതിൽ നിന്ന് ഭക്തി കൊണ്ട് മാത്രമേ ദുരിതം നശിച്ച് അന്ധശുദ്ധി വന്ന് ജ്ഞാനത്തിന് അധികാരിയായി തീരൂ എന്നും പ്രകൃതി പുരുഷതത്വങ്ങളെയാണ് സീതാരാമന്മാരായി ചിത്രീകരിച്ചിരിക്കുന്നതെന്നും മനസ്സിലാക്കാം. ദേവിയുടെ ഉപദേശം കൊണ്ട് കാര്യം മനസ്സിലായെങ്കിലും തികച്ചും ചരിതാർത്ഥനായിട്ടില്ല മാരുതിയെന്ന് മുഖഭാവം കൊണ്ട് വ്യക്തമായിരുന്നു. അതിനാൽ കരുണാമയനായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തന്നെ വാത്സല്യാധികേരത്താൽ തൊട്ടനുഗ്രഹിച്ച് തന്റെ പുരോഭാഗത്തിരുത്തി ഉപദേശിക്കാൻ തുടങ്ങി. ഭഗവാൻ ഹനുമാന് കൊടുക്കുന്ന ഈ ദിവ്യമായ ജ്ഞാനോപദേശമാണ് പ്രസിദ്ധമായ ശ്രീരാമഹൃദയം. വേദാന്ത തത്വം മുഴുവൻ ഇതിലൊതുങ്ങിയിട്ടുണ്ട്. എന്നാൽ വളരെ ചുരുക്കിയിട്ടാണെന്ന് മാത്രം. ആകാശത്തെ ഉദാഹരിച്ചുകൊണ്ടാണ് തത്വം പ്രകടമാക്കുന്നത്. ആകാശത്തെ നമുക്ക് 3 സ്വരൂപത്തിൽ കാണാം. ഒന്ന് മഹാകാശം തന്നെ. എങ്ങും നിറഞ്ഞും ഒന്നിനോടും ബന്ധപ്പെടാതെയും എന്നാൽ എല്ലാറ്റിനും ആധാരമായും പരമനിശ്ചലമായും ഇരിക്കുന്നു മഹാകാശം. അതേ മഹാകാശം തന്നെ മൺപാത്രം, മൺകുടം മുതലായ ഉപാധികളിൽ വളരെ ചെറിയ രൂപമായും മഹാകാശത്തിൽ നിന്ന് വേറെയെന്ന് തോന്നത്തക്ക നിലയിലും കാണപ്പെടുന്നു. വാസ്തവത്തിൽ കുടം, ചട്ടി, പാന എന്നിവയ്ക്കുള്ളിലിരിക്കുന്ന അല്പാകാശം പുറത്തിരിക്കുന്ന മഹാകാശത്തിൽ നിന്ന് വേറെയല്ല. എങ്കിലും ഘടം മുതലായതിനെ നോക്കുമ്പോൾ വേറെയാണെന്ന് തോന്നുകയും ചെയ്യും. മഹാകാശം ജലാദി പ്രതിബിംബന വസ്തുക്കളിൽ പ്രതിബിംബിച്ചും കാണാം. ജലാശയത്തിൽ കാണുന്ന ആകാശം വാസ്തവത്തിൽ ആകാശമല്ല, ആകാശ പ്രതിബിംബമാണ്. എങ്കിലും അവിവേകിയായ ബാലൻ ആകാശമെന്ന് തന്നെ ധരിക്കുന്നു. അപ്പോൾ ഒന്നായിരിക്കുന്ന ആകാശം തന്നെ 3 രൂപത്തിൽ കാണപ്പെടുന്നു എന്നുള്ളതാണ് മഹാകാശവും ഘടാകാശവും ജലാകാശവും. വാസ്തവത്തിൽ മഹാകാശം മാത്രമേ ഉള്ളൂ. അതിന് ഒന്നുകൊണ്ടും എപ്പോഴും യാതൊരു മാറ്റവും സംഭവിക്കുന്നുമില്ല. ഘടവും ജലവുമാകുന്ന ഉപാധികളെക്കൊണ്ടാണ് ഘടാകാശവും ജലാകാശവും ഉണ്ടാകുന്നത്. വാസ്തവത്തിൽ ഘടാകാശമെന്നൊരു വസ്തുവില്ല. ഘടം പൊളിയുമ്പോൾ ഘടാകാശം ഇല്ലാതായിത്തീരുന്നു. അപ്പോൾ ഘടമുണ്ടാകുന്നതിനു മുമ്പും
ഘടത്തിന്റെ നാശത്തിന് ശേഷവും ഘടാകാശമില്ല. വർത്തമാനകാലത്ത് ഘടപ്രീതിയുള്ളപ്പോൾ മാത്രമാണ് ഘടാകാശ പ്രതീതിയും ഉള്ളത്. ഘടാകാശവും ജലാകാശവും ഉള്ളപ്പോഴാണ് മഹാകാശമെന്ന പേരുമുള്ളത്. അവയില്ലെങ്കിൽ ആകാശമെന്ന ഒരേ വസ്തുവൊഴിച്ച് മറ്റൊന്നുമില്ലതാനും. ഇതുപോലെ ഏകവും അദ്വിതീയവുമായ പരമാത്മാവിൽ നിന്ന് അല്ലെങ്കിൽ നിർഗുണ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായി മറ്റൊന്നില്ല. എങ്കിലും ഉപാധികളുടെ പ്രതീതി കൊണ്ട് ഏകവും അദ്വിതീയവുമായ പ്രസ്തുത പരചൈതന്യം തന്നെ ജീവൻ, ഈശ്വരൻ, ജഗത്ത് ഇങ്ങനെ മൂന്നായി പറയപ്പെട്ടു വരുന്നു. ജീവനും ജഗത്തും ഉള്ളപ്പോൾ മാത്രമാണ് ഈശ്വരൻ എന്ന പേർ നിലനിൽക്കുന്നത്. ജീവജഗത്തുക്കൾ ഇല്ലാതായിത്തീരുമ്പോൾ അദ്വിതീയമായ പരചൈതന്യം മാത്രം. ജീവനാകട്ടെ ഘടാകാശമെന്ന പോലെ ഈശ്വരനിൽ നിന്ന് വേറെയല്ല. ശരീരാദി ഉപാധികളെക്കൊണ്ടാണ് ജീവത്വമുണ്ടായത്. ഘടം പൊളിയുമ്പോൾ ഘടാകാശമില്ലാതാവുന്നതുപോലെ ഉപാധികളില്ലാതാവുമ്പോൾ ജീവനും ഇല്ലാത്തത് തന്നെ. ജീവന്റെ സങ്കല്പങ്ങളാണ് ജഗത്ത്. ലിംഗാദി ഉപാധികളുള്ളിടത്തോളം കാലം ജീവിതവും ജീവത്വമുള്ളിടത്തോളം കാലം ജഗത്തും അവ രണ്ടുമുള്ളിടത്തോളം കാലം ഈശ്വരത്വവും നിലനിൽക്കും. ഉപാധികളില്ലാതാവുമ്പോൾ പറയപ്പെട്ട മൂന്നുമില്ലാതാവും. ഏകവും അദ്വിതീയവുമായ നിർഗുണ ബ്രഹ്മം മാത്രം ശേഷിക്കും. ഉപാധികളുണ്ടായതും നിലനിൽക്കുന്നതും അജ്ഞാനം കൊണ്ടാണ്. ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുമ്പോൾ അജ്ഞാനസ്വരൂപങ്ങളായ ജീവേശ്വര ജഗത്തുക്കളാകുന്ന ത്രിത്വവും അത് ഹേതുവായി നിലനിൽക്കുന്ന സംസാരവും എല്ലാം അടങ്ങി അദ്വിതീയമായ നിർഗുണ ബ്രഹ്മം മാത്രം ശേഷിക്കും. അതുതന്നെ സത്യം. സത്യത്തിന്റെ നിരന്തരാനുഭൂതിയും അസത്യത്തിന്റെ പ്രതീതിയില്ലായ്മയും തന്നെ ജ്ഞാനം. നിരന്തരം സത്യോപാസനയാകുന്ന വിദ്യയുടെ അഭ്യാസം കൊണ്ട് വന്നു ചേർന്ന സംസാരഭ്രാന്തി നഷ്ടപ്പെട്ട് സ്വരൂപാവസ്ഥയിലെത്താം. അതുതന്നെ ജന്മത്തിന്റെ സാഫല്യവും. ഇതാണ് എല്ലാ വേദശാസ്ത്ര പുരാണേതിഹാസങ്ങളുടെയും സാരസർവസ്വമായ രത്നച്ചുരുക്കം. ഇതിനെ അറിഞ്ഞ ഒരാൾക്ക് മറ്റൊന്നും കൂടുതൽ അറിയാനില്ല. ഭക്തി കൊണ്ട് അന്ധകരണ ശുദ്ധിയുണ്ടാവുമ്പോൾ മാത്രമേ ഈ തത്വം അറിയാൻ പറ്റൂ. ഭക്തിയില്ലാത്തവർ 1000 ജന്മങ്ങൾ ശാസ്ത്രഗർത്തങ്ങളിൽ മുങ്ങിയിട്ടും കാര്യമില്ല. എന്തെല്ലാം തരത്തിലുള്ള ദുരിതങ്ങളുണ്ടായാലും രാമഭക്തി കൊണ്ട് എല്ലാം നശിച്ച് ശുദ്ധി വന്ന് ജ്ഞാനത്തിന് അധികാരിയായിത്തീരും. ജ്ഞാനം കൊണ്ട് ജന്മസാഫല്യവും കൈവരും എന്ന് പറഞ്ഞുകൊണ്ടാണ് 1-ാമത്തെ സർഗം അവസാനിപ്പിക്കുന്നത്. പ്രഥമ സർഗത്തിലെ ശ്രീരാമഹൃദയമെന്ന തത്വശ്രവണം കൊണ്ട് ചരിതാർത്ഥയും സന്തുഷ്ടയുമായി തീർന്ന ശ്രീ പാർവതീദേവി ശ്രീരാമചരിതത്തെ വിസ്തരിച്ചുപന്യസിച്ച് കേട്ടാൽ കൊള്ളാമെന്നാവശ്യപ്പെടുകയാണ് ദ്വിതീയ സ്വർഗത്തിൽ ആദ്യം തന്നെ ചെയ്യുന്നത്. ദേവിയുടെ അപേക്ഷയെ പുരസ്കരിച്ച് ഭഗവാൻ ശ്രീപരമേശ്വരൻ ശ്രീരാമചരിതത്തെ വിസ്തരിച്ചുപന്യസിക്കാൻ തുടങ്ങി. ഒരിക്കൽ രാക്ഷസന്മാരുടെ ആക്രമണം കൊണ്ടും അധർമാചരണം കൊണ്ടും ഭൂലോകം മുഴുവൻ തപ്തമായപ്പോൾ ഭൂദേവി തന്നെ സ്വയം പശുരൂപത്തിൽ ബ്രഹ്മസഭയിൽ ചെന്ന് ആവലാതി പറഞ്ഞു. ബ്രഹ്മദേവൻ പതിവുപോലെ എല്ലാ ദേവന്മാരോടും ഉപദേവന്മാരോടും ഭൂദേവിയോടും കൂടി വൈകുണ്ഠനാഥനായ ശ്രീനാരായണനെ കാണാൻ വേണ്ടി ക്ഷീരസമുദ്രത്തിന്റെ തീരപ്രദേശത്തെത്തി. ദിവ്യങ്ങളായ സ്തോത്രങ്ങളെക്കൊണ്ട് ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു. സന്തുഷ്ടനായ ഭഗവാൻ ബ്രഹ്മദേവനും ദേവന്മാർക്കും ദർശനം കൊടുത്തു. അപ്പോൾ ബ്രഹ്മദേവൻ ഭഗവാനെ വണങ്ങി രാവണന്റെ പരാക്രമത്തെയും അത് കാരണത്താൽ ലോകത്തിന് വന്നു ചേർന്ന ആപത്തിനെയും വിസ്തരിച്ചു പറഞ്ഞു. മാത്രമല്ല രാവണന് മനുഷ്യേതര ജീവികളിൽ നിന്ന് ആപത്തുണ്ടാവില്ലെന്ന് താനൊരു വരം കൊടുത്തിട്ടുണ്ടെന്നും അറിയിച്ചു. അതിനാൽ മനുഷ്യനൊഴിച്ച് മറ്റാരും രാവണനെ വധിക്കാൻ വയ്യ. മനുഷ്യനാകട്ടെ സ്വയം ദുർബലനുമാണ്. ദുർബലനായ മനുഷ്യന് അത്യന്തപ്രബലനായ രാക്ഷസനെ കൊല്ലാൻ സാധ്യമല്ലെന്ന് പറയേണ്ടതില്ലല്ലോ. അതിനാൽ ഭഗവാൻ തന്നെ മനുഷ്യനായി അവതരിച്ച് രാവണനെയും അവന്റെ അനുയായികളായ രാക്ഷസന്മാരെയും കൊന്ന് ജഗത്തിനെ രക്ഷിക്കണം. ഇതാണ് ഒടുവിൽ ബ്രഹ്മദേവൻ തന്റെ അപേക്ഷയായി സമർപ്പിക്കുന്നത്. ബ്രഹ്മാവിന്റെ വാക്കുകളെ മുഴുവൻ സശ്രദ്ധം കേട്ടിരുന്ന ഭഗവാൻ അവസാനം അപേക്ഷയെ അംഗീകരിക്കുകയും ചെയ്തു. പണ്ട് കശ്യപ മഹർഷി വളരെക്കാലം തപസ് ചെയ്ത് ഭഗവാനെ സാക്ഷാത്കരിച്ചപ്പോൾ ഒരിക്കൽ തന്റെ പുത്രനായി ഭഗവാൻ അവതരിച്ചാൽ കൊള്ളാമെന്ന് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ അയോധ്യയിൽ ദശരഥനെന്ന രാജാവായി ജനിച്ച് ജീവിച്ചു വരുന്നുണ്ട്. അതിനാൽ അദ്ദേഹത്തിന്റെ പുത്രനായി 4 സ്വരൂപത്തിൽ അവതരിച്ച്
അദ്ദേഹത്തിന്റെ ആവശ്യത്തെയും ജഗത്തിന്റെ ആവശ്യത്തെയും ബ്രഹ്മദേവന്റെ പ്രാർത്ഥനയെയും ഒരേ സമയത്ത് നിറവേറ്റാമെന്നാണ് ഭഗവാന്റെ മറുപടി. ഈ അവതാരത്തിൽ ഭഗവാന്റെ സാഹചര്യങ്ങളിൽ സഹായിക്കാൻ ദേവന്മാർ വാനരന്മാരായി ജനിച്ച് അവിടുത്തെ വരവിനെ കാത്തിരിക്കുകയും വേണം എന്ന് നിർദ്ദേശിച്ച് ഭഗവാൻ അന്തർധാനം ചെയ്തു. ബ്രഹ്മാദി ദേവന്മാർ മടങ്ങിപ്പോരുകയും ചെയ്തു. രാമായണ ചരിത്രത്തിന്റെ പശ്ചാത്തല സംവിധാനം ഇതോടെ പൂർത്തിയായി. ഇനി കഥ ആരംഭിക്കുകയായി. പറഞ്ഞിടത്തോളമുള്ള പശ്ചാത്തല സംവിധാന രംഗത്തിൽ തന്നെ അനവധി തത്വരഹസ്യങ്ങളെ ഉള്ളൊതുക്കിയിട്ടുണ്ട്. അവയിലേക്കൊന്ന് കണ്ണയച്ച ശേഷമായിരിക്കും ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് നന്നായിരിക്കുക. അതിനാൽ അതിലേക്ക് കടക്കാം. ഭൂദേവിയെ പശുവാക്കി ചിത്രീകരിച്ചതിൽ നിന്ന് ഭൂമി കാമധേനുവാണെന്ന് വ്യഞ്ചിപ്പിച്ചിരിക്കുന്നു. സർവാഭീഷ്ടങ്ങളെയും കറന്നെടുക്കാവുന്ന കാമധേനുവാണ് ഭൂമി. മനുഷ്യന് ആവശ്യമുള്ള എല്ലാ അഭീഷ്ടവസ്തുക്കളെയും പ്രദാനം ചെയ്യുന്നത് ഭൂമിദേവിയാണ് താനും. ദുഷ്ടന്മാരും കള്ളന്മാരും വർദ്ധിക്കുമ്പോൾ മുഖ്യമായി മനുഷ്യർക്കും മറ്റു ജീവികൾക്കുമാണ് ഉപദ്രവമെന്നിരിക്കെ മിക്കപ്പോഴും സങ്കടപ്പെടുന്നതും ആവലാതി പറയാൻ പോകുന്നതും ഭൂമിദേവിയാണെന്നാണ് പുരാണങ്ങളിലെ ചിത്രീകരണം. അതിന്റെ സാരം, ദുഷ്ടന്മാർ വർദ്ധിക്കുമ്പോൾ ധർമ്മം ക്ഷയിക്കുകയും അധർമ്മം വർദ്ധിക്കുകയും ചെയ്യും. അധർമ്മം വർദ്ധിച്ചാൽ ഭൂമിയിലെ എല്ലാ വിഭവങ്ങളും ക്ഷയിക്കും. ധർമ്മമാണ് ഭൂമിയിൽ വിഭവങ്ങളെ വർദ്ധിപ്പിക്കുന്നത്. ധാർമ്മികന്മാർ വർദ്ധിക്കുമ്പോൾ സമൃദ്ധിയും അധാർമികന്മാർ വർദ്ധിക്കുമ്പോൾ ദുർഭിക്ഷവും സ്വാഭാവികമായി ഉണ്ടാവുന്നു. വിഭവങ്ങൾ ക്ഷയിക്കുകയെന്നത് ആർക്കും ഹിതമല്ലല്ലോ. അതാണ് ഭൂമിയുടെ താപത്തിന്റെ അടിസ്ഥാനം. അതിനാൽ സമ്പൽ സമൃദ്ധിക്ക് ധർമാചരണമാണ് ഏറ്റവും പറ്റിയ മാർഗമെന്ന് ഈ ചിത്രീകരണത്തിൽ കൂടെ ഉപദേശിക്കുന്നു. കൂടാതെ സൃഷ്ടി, അധ്യാത്മം, അതിഭൂതം, അതിദൈവം ഇങ്ങനെ 3 തരത്തിലാണ്. ഭൂമി അതിഭൂതവും ജീവികളുടെ മനസ്സ് അധ്യാത്മവും ബ്രഹ്മദേവൻ അതിദൈവവുമാണ്. ഇവ മൂന്നും മൂന്നല്ല, ഒന്നിന്റെ തന്നെ 3 സ്വരൂപങ്ങൾ മാത്രമാണ്. അതിനാൽ ഒന്ന് തപിക്കുമ്പോൾ മറ്റു രണ്ടും തപിക്കാനിടയാവുന്നു എന്ന തത്വത്തെയും ഭൂദേവിയുടെ ആവലാതിയിൽ കൂടെ വ്യഞ്ചിപ്പിച്ചിരിക്കുന്നു. ദുഷ്ടന്മാരും അധർമ്മവും വർദ്ധിക്കുമ്പോൾ ജീവികളുടെ മനസ്സ് തപിക്കാനിടയാവുന്നു. മനസ്സ് അധ്യാത്മമാകയാൽ മനസ്സിന്റെ താപം അതിഭൂതമായ ഭൂമിയെയും അതിദൈവമായ ബ്രഹ്മദേവനെയും ബാധിക്കുന്നു. പ്രാണചലനം എല്ലാ ശരീരത്തിലും സാമാന്യമായി ഒരുപോലെയാണെങ്കിലും ജീവിത വ്യത്യാസം കൊണ്ട് ഈഷദീഷദ് വ്യത്യാസമുണ്ട്. പ്രാണചലനത്തിൽ കൂടിയാണ് സത്വാദിഗുണങ്ങൾ വർദ്ധിക്കുന്നതും ചുരുങ്ങുന്നതും. സത്വഗുണം വർദ്ധിക്കുമ്പോൾ ആസുരങ്ങളും രാക്ഷസങ്ങളുമായ ധർമ്മങ്ങൾ ചുരുങ്ങും. ഒരു ഭക്തന്റെയും യോഗിയുടെയും ജ്ഞാനിയുടെയും സാധാരണ ഒരാളുടെയും ശരീരത്തിലെ പ്രാണചലനങ്ങൾക്ക് ഗണ്യമായ വ്യത്യാസമുണ്ട്. അതനുസരിച്ച് അവരുടെ സ്വഭാവങ്ങൾക്കും വികാരങ്ങൾക്കും ഭാവങ്ങൾക്കും എല്ലാം തന്നെയും ഗണ്യമായ മാറ്റവുമുണ്ട്. സത്വഗുണം വർദ്ധിക്കാൻ പറ്റുന്ന തോതിലാവണം ഒരാളുടെ പ്രാണചലനം. ഏത് രൂപത്തിലെങ്കിലുമുള്ള ആധ്യാത്മിക ജീവിതം കൊണ്ട് അതുണ്ടാവുന്നു. പാൽ സമുദ്രത്തിലേക്കുള്ള പോക്കിന്റെ സൂചനയും അതുതന്നെ. സത്വഗുണത്തെ പാൽ സമുദ്രമായും പ്രാണനെ വിഷ്ണുദേവനായും ഉപന്യസിച്ചിരിക്കുന്നു എന്ന് മാത്രം. ഇനി കഥയിലേക്ക് പ്രവേശിക്കാം. കോസല രാജ്യങ്ങളിൽ പ്രസിദ്ധമായ അയോധ്യ പട്ടണം സൂര്യവംശ രാജാക്കന്മാരുടെ രാജധാനിയും തലസ്ഥാന നഗരിയുമായിരുന്നു. ഒരിക്കലും മറ്റുള്ളവരാൽ കയ്യേറപ്പെടാതെ പരമ്പരയായി ഇക്ഷ്വാകു വംശജന്മാരാകുന്ന ബാഹുജന്മാരുടെ ബാഹുബലം കൊണ്ട് പരിരക്ഷിതയും പരിപുഷ്ടയുമായിരുന്നു അയോധ്യ. ഇവിടെ ഒരിക്കൽ ദശരഥനെന്ന് പ്രസിദ്ധനായൊരു രാജാവ് വാണിരുന്നു. ഒരേ സമയത്ത് 10 തേരിലിരുന്ന് 10 ദിക്കിലേക്കും സഞ്ചരിക്കാനോ യുദ്ധം ചെയ്യാനോ കഴിഞ്ഞിരുന്നു എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് ദശരഥനെന്ന പേർ പ്രസിദ്ധമായി തീർന്നത്. കയ്യൂക്കുകൊണ്ടും പൗരുഷം കൊണ്ടും അഭ്യാസബലം കൊണ്ടും അദ്ദേഹം ഭൂമിയിൽ മാത്രമല്ല സ്വർഗാദി അന്യലോകങ്ങളിൽ പോലും പ്രസിദ്ധനായിരുന്നു. ധർമ്മനിഷ്ഠയോടെ രാജ്യപരിപാലനം ചെയ്തു വന്നിരുന്ന അദ്ദേഹത്തിന് കൗസല്യ, കൈകേയി, സുമിത്ര എന്ന 3 ഭാര്യമാരുമുണ്ടായിരുന്നു. ആദ്യം കൗസല്യയെയാണ് പട്ടമഹിഷിയാക്കി വിവാഹം കഴിച്ചത്. അതിൽ സന്താനമില്ലാതെ വന്നതുകൊണ്ടാണ് രണ്ടാമത് സുമിത്രയെ വിവാഹം കഴിച്ചത്. അതിലും സന്താനമുണ്ടാവാത്തതുകൊണ്ടാണ് അവസാനമായി വാർദ്ധക്യദശയിൽ കൈകേയിയെ വിവാഹം കഴിച്ചത്. എന്നാലും അദ്ദേഹത്തിന് പുത്രഭാഗ്യം ലഭിച്ചതുമില്ല. അങ്ങനെ വളരെ കാലം കഴിഞ്ഞു. രാജാവ് അപുത്രതാ ദുഃഖം കൊണ്ട് ആർത്തനായി
കുലഗുരുവായ വസിഷ്ഠ മഹർഷിയെ സമീപിച്ച് എന്തെങ്കിലും നിവൃത്തിയുണ്ടാക്കി തരാൻ അപേക്ഷിച്ചു. അദ്ദേഹം രാജാവിനെ കൊണ്ടൊരു അശ്വമേധം നടത്തിച്ചു. അതിന്റെ മധ്യേ പ്രഭാവശാലിയും മഹാജ്ഞാനിയും ബ്രഹ്മനിഷ്ഠനുമായ ഋഷ്യശൃംഗ മഹർഷിയുടെ പൌരോഹിത്യത്തിൻ കീഴിൽ ഒരു പുത്രകാമേഷ്ടിയും നടത്തിച്ചു. അഗ്നികുണ്ഡത്തിൽ നിന്ന് ലഭിച്ച പായസത്തിന്റെ ഭുക്തി കൊണ്ട് അധികം താമസിയാതെ രാജ്ഞിമാർ 3 ആളും ഗർഭിണികളായി. 10 ഇന്ദ്രിയങ്ങളുടെ ആവാസകേന്ദ്രമായ മനുഷ്യ ശരീരത്തെയാണ് ഇവിടെ ദശരഥനായി പറഞ്ഞിരിക്കുന്നത്. എത്രയോ സുഹൃതം കൊണ്ട് വേണം ജീവൻ ഒരിക്കൽ മനുഷ്യജന്മം കിട്ടാൻ. അങ്ങനെ ഒരിക്കൽ കിട്ടിയാൽ പോരാ. പലപ്പോഴും മനുഷ്യനായി ജനിച്ച് സംസ്കാരം വളർന്നു വളർന്ന് ആസ്തിക്യ ബുദ്ധിയും വിഷയവിരക്തിയും വേദശാസ്ത്രാഭ്യാസവും സത്സംഗവുമൊക്കെ ഉണ്ടാവുമ്പോഴാണ് പ്രായേണ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളും തത്വവിചാരവും ആത്മജ്ഞാനവുമൊക്കെ സാധിക്കുന്നത്. അങ്ങനെ പൂർണ്ണജ്ഞാനവും ബ്രഹ്മനിഷ്ഠയും വികസിച്ച് ജന്മസാഫല്യമായ കൈവല്യത്തെ പ്രാപിക്കുവാൻ കുറേയധികം ജന്മങ്ങൾ തന്നെ കഴിയണം. അധ്യാത്മ സംസ്കാരം വളർന്നുകൊണ്ടുള്ള ജന്മങ്ങൾ കുറെ കഴിയുമ്പോഴാണ് ജീവന് ദിവ്യത്വവും ഈശ്വരത്വവുമൊക്കെ കിട്ടുന്നത്. അങ്ങനെ കുറേയധികം ജന്മങ്ങൾ കഴിഞ്ഞുവെന്നതിന്റെ സൂചനയാണ് ദശരഥന്റെ 60,000 കൊല്ലക്കാലം നീണ്ടു നിൽക്കുന്ന ദീർഘായുസിന്റെയും മറ്റും പ്രതിപാദനം. പ്രപഞ്ചത്തെ തന്നെയാണ് അയോധ്യയായി പറഞ്ഞിരിക്കുന്നത്. പ്രപഞ്ചത്തിൽ പല പ്രാവശ്യം മനുഷ്യനായി ജനിച്ച് ജീവിച്ച് സൽക്കർമ്മങ്ങളെക്കൊണ്ടും അധ്യാത്മധർമ്മങ്ങളെക്കൊണ്ടും അത്യന്ത സുഹൃതിയും ഈശ്വരങ്ങളായ ദിവ്യാനുഭവങ്ങളെക്കൊണ്ടും ദിവ്യശക്തികളെക്കൊണ്ടും ദിവ്യനുമായി തീർന്നൊരു ജീവൻ സംസാരത്തിൽ നിന്ന് കേവലം നിവർത്തിച്ചു മുക്തനാവാൻ പറ്റുന്ന അന്ത്യജന്മത്തെ പ്രാപിക്കുന്ന സമ്പ്രദായത്തെയാണിവിടെ അവതാരം കൊണ്ട് പ്രകാശിപ്പിക്കാൻ പോകുന്നത്. ഇച്ഛാജ്ഞാന ക്രിയകളാകുന്ന 3 ശക്തികൾ ശരീരബോധമുള്ളിടത്തോളം കാലം വികസിച്ചു തന്നെയിരിക്കുന്നു. പ്രസ്തുത 3 ശക്തികളാണ് കർമ്മത്തിനവലംബം. കർമ്മമയമാണ് ജനനവും ജീവിതവും മരണവുമെല്ലാം. അതിനാൽ കൈവല്യപ്രാപ്തി വരെ ജീവനിൽ ഇച്ഛാദിശക്തികൾ വികസിച്ചുകൊണ്ടിരിക്കുന്നു. പ്രസ്തുത ശക്തിത്രയത്തെയാണിവിടെ കൗസല്യാദി രാജ്ഞിമാരായി ഉപന്യസിച്ചത്. ഇച്ഛാശക്തിയെ കൗസല്യയായും ക്രിയാശക്തിയെ കൈകേയിയായും ജ്ഞാനശക്തിയെ സുമിത്രയായുമാണിവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇച്ഛയിൽ നിന്നാരംഭിച്ച് ക്രിയയിൽ കൂടെ വളർന്ന് ജ്ഞാനത്തിലടങ്ങലാണ് കർമ്മത്തിന്റെ സ്വഭാവം. ഇച്ഛയിൽ നിന്നാരംഭിച്ച് ക്രിയയിൽ എത്തിയിട്ടില്ലാത്ത വാസനകളെയാണ് സഞ്ചിത കർമ്മങ്ങളെന്ന് പറയുന്നത്. ക്രിയയിൽ നിന്ന് കർമ്മസ്വരൂപേണയും അനുഭവസ്വരൂപേണയും വികസിച്ചുകൊണ്ടിരിക്കുന്ന വാസനകളെയാണ് പ്രാരബ്ധ കർമ്മങ്ങളെന്ന് പറയുന്നത്. ജ്ഞാനത്തിൽ അടങ്ങാതെ വീണ്ടും ഇച്ഛാസ്വരൂപങ്ങളായി വികസിക്കുന്നവയും പുതുതായി ഇച്ഛയിൽ നിന്ന് പുറപ്പെടുന്നവയുമാണ് ആഗന്തുക കർമ്മങ്ങൾ. സഞ്ചിതാഗന്തുക പ്രാരബ്ധ സ്വരൂപങ്ങളായ കർമ്മവിശേഷങ്ങളാണ് ജീവനെ നാനായോനികളിലേക്കും നാനാ ലോകങ്ങളിലേക്കും നാനാ അനുഭവങ്ങളിലേക്കും മാറ്റിമാറ്റി കൊണ്ടുപോകുന്നത്. സഞ്ചിതം പ്രാരബ്ധമായും പ്രാരബ്ധം ഭുക്തിയായും ആഗന്തുകം സഞ്ചിതമായും മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ അവസാനമില്ലാത്ത കർമ്മചക്ര ഭ്രമണത്തിൽ കുടുങ്ങിയ ജീവൻ അതിൽ നിന്ന് വിട്ടുപോരാൻ കഴിയാതെ പല അനുഭവവിശേഷങ്ങളെയും അനുഭവിച്ച് അപ്പോൾ സുഖിയും ദുഃഖിയും ജാതനും മൃതനും മറ്റുമായി കഴിഞ്ഞുകൂടുകയും ചെയ്യുന്നു. ഇപ്രകാരമുള്ള സംസാരയാതനയ്ക്കാസ്പദമായ കർമ്മത്തിന്റെ ത്രൈവിധ്യത്തെയാണിവിടെ കൗസല്യാദി രാജ്ഞിത്രയമായി ഉപന്യസിച്ചിരിക്കുന്നത്. അശ്വമേധാദികൾ നാനാമുഖങ്ങളായ സൽക്കർമ്മങ്ങളും വളരെ വളരെ സൽക്കർമ്മങ്ങളുടെയും തപസ്സിന്റെയും ഒക്കെ ഫലമായിട്ടാണ് ജീവന് മനുഷ്യജന്മം തന്നെ കിട്ടുന്നത്. മനുഷ്യനായി തന്നെ പല പ്രാവശ്യം ജനിച്ചും മരിച്ചും കഴിയുമ്പോഴാണ് ഏതെങ്കിലും ഒരു ജന്മത്തിൽ സുഹൃതവിശേഷം കൊണ്ട് സദ്വാസനയും സത്സംഗവും തത്വശ്രവണവും മറ്റും സാധിക്കുന്നത്. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ വളരത്തക്ക കരണശുദ്ധിയും ത്യാഗവും വളർന്ന് സംസാരത്തിൽ നിന്ന് കേവലം നിവർത്തിച്ചു മുക്തനാകാവുന്ന അന്ത്യജന്മത്തിലെത്തുക എന്നത് എത്രയോ അധികം പുണ്യവിശേഷം കൊണ്ടും ഭഗവദനുഗ്രഹം കൊണ്ടും മാത്രം സാധിക്കേണ്ടതാണ്. അങ്ങനെ സാധിക്കുന്നൊരു ജീവന്റെ ജനനവും ജീവിതവുമാണിവിടെ ഉപന്യസിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞുവല്ലോ. അവതാരം: കൗസല്യാദി ദേവിമാരുടെ ഗർഭം ക്രമേണ വളർന്ന് പരിപക്വാവസ്ഥയെ പ്രാപിച്ചു. മേടമാസത്തിൽ പുണർദം നക്ഷത്രവും നവമി തിഥിയും കൂടി ചേർന്ന പുണ്യദിവസത്തിൽ 5 ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുമ്പോൾ, അതായത് മേടത്തിൽ ആദിത്യനും ബുധനും
കർക്കടകത്തിൽ വ്യാഴവും ചന്ദ്രനും, തുലാത്തിൽ ശനിയും മകരത്തിൽ ചൊവ്വയും മീനത്തിൽ ശുക്രനും നിൽക്കുമ്പോൾ കർക്കടകം രാശി ലഗ്നമായി ഭഗവാൻ ശ്രീനാരായണൻ സ്വയമേവ കൗസല്യാദേവിയിൽ കൂടി അവതാരം ചെയ്തു. അവതരിച്ച ഉടനെ തന്നെ ദിവ്യമായ വൈഷ്ണവ സ്വരൂപത്തിൽ സുതിഗൃഹത്തിൽ വെച്ച് തന്നെ അമ്മയായ കൗസല്യാദേവിക്ക് ദർശനവും കൊടുത്തു. ദിവ്യമായ ഭഗവത് ദർശനം കൊണ്ട് ചരിതാർത്ഥയും അത്യന്ത സന്തുഷ്ടയുമായ ദേവി വർദ്ധിച്ചുവന്ന ഭക്തിയാൽ ആവിഷ്ടയായി ധാരയായൊഴുകുന്ന കണ്ണുനീരോടും പൊട്ടിത്തെറിച്ച ശരീരത്തോടും കൂടി ഭഗവാനെ പ്രദക്ഷിണം ചെയ്തു വീണ് നമസ്കരിച്ച് എഴുന്നേറ്റ് കൂപ്പിത്തൊഴുതുകൊണ്ട് ഗൽഗതങ്ങളായ വാക്കുകളാൽ വാഴ്ത്തി സ്തുതിച്ചു. അമ്മയുടെ മാതൃവാത്സല്യം നിർവിശേഷവും എന്നാൽ ഭക്തിപരവശവുമായ സ്തുതിവാക്യങ്ങളെ കേട്ട് സന്തുഷ്ടനായി ദേവിയെ അനുഗ്രഹിച്ചു. അനന്തരം അമ്മയുടെ പ്രാർത്ഥനയ്ക്കനുസരിച്ചു തന്നെ ദിവ്യസ്വരൂപത്തെ മറച്ച് ചെറിയ മനുഷ്യ ശിശുവായി പ്രസവശയ്യയിൽ കിടന്നു. അധർമ്മം വർദ്ധിച്ച ഈ അവസരത്തിൽ അധർമ്മികളായ രാക്ഷസന്മാരെ കൊന്ന് ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി ധർമ്മമൂർത്തിയായ ഭഗവാൻ തന്നെയാണ് തന്റെ പുത്രത്വേന അവതരിച്ചിരിക്കുന്നതെന്നറിഞ്ഞ കൗസല്യാദേവിക്ക് സന്തോഷഭാരം താങ്ങാൻ കഴിഞ്ഞില്ല. അല്പസമയത്തിനുള്ളിൽ ദേവിയുടെ പ്രസവവാർത്ത അരമനയിൽ മുഴുവൻ അറിയപ്പെട്ടു. മഹാരാജാവ് സന്തോഷാതികേരത്താൽ മതിമറന്നു. ജാതകർമാദി പ്രഥമകൃത്യങ്ങളെ നിർവഹിച്ച ശേഷം ഉണ്ണിയുടെ ശ്രേയസ്സിനും ദീർഘായുസ്സിനും വേണ്ടി പലരെ കൊണ്ടും പല സൽക്കർമ്മങ്ങൾ ചെയ്യിക്കുകയും പലർക്കും പലതും ദാനം ചെയ്യുകയും ചെയ്തു. അനന്തരം കൈകേയിയും സുകുമാരനായൊരു കുമാരനെ പ്രസവിച്ചു. പിന്നെ സുമിത്രാദേവി കോമളന്മാരായ 2 രാജകുമാരന്മാരെയും പ്രസവിച്ചു. രാജാവും അരമനയിലുള്ള മറ്റു ജനങ്ങളും എന്നുവേണ്ട പുരവാസി ജനങ്ങൾ ഒട്ടാകെ തന്നെയും സന്തോഷ സമുദ്രത്തിൽ ആറാടി എന്ന് പറയണം. ഒരു പുത്രന്റെ മുഖം കാണാൻ കൊതിച്ചു കൊതിച്ച് സാധിക്കാതെ നിരാശനായി വളരെക്കാലം ദുഃഖാർത്തനായി കഴിഞ്ഞുകൂടിയ മഹാരാജാവിന് 4 പുത്രന്മാരെ ഒന്നിച്ചു ലഭിച്ചപ്പോഴുണ്ടായ സന്തോഷാതികേരം വർണ്ണിക്കാൻ വയ്യാത്ത തോതിലായിരുന്നു. സുഹൃത്തിയായ ജീവൻ മനുഷ്യനായും ജ്ഞാനിയായും തീരുമ്പോൾ 4 രൂപത്തിലാണ് ജീവിതം. പ്രസ്തുത 4 രൂപങ്ങൾക്ക് 4 സ്വരൂപങ്ങളും 4 പേരുകളും പറയാറുണ്ട്. ജാഗ്രതവസ്ഥയിൽ ഒരു പ്രകാരത്തിലും, സ്വപ്നത്തിൽ മറ്റൊരു രൂപത്തിലും, സുഷുപ്തിയിൽ പിന്നൊരു പ്രകാരത്തിലും, ഈ 3 അവസ്ഥകളെയും വിടുമ്പോൾ 4ാമത്തെ തരത്തിലുമാണ് ജീവിക്കുന്നത്. ജീവൻ ഒന്നു തന്നെയാണെങ്കിലും ജാഗ്രതാ വ്യവസ്ഥകളിലെ സംസാരങ്ങൾക്ക് വളരെ വ്യത്യാസമുണ്ട്. അതിനാൽ ജാഗ്രതാവസ്ഥയിൽ ജീവനെ വിശ്വനെന്നും, സ്വപ്നാവസ്ഥയിൽ തൈജസനെന്നും, സുഷുപ്താവസ്ഥയിൽ പ്രാജ്ഞനെന്നും, 3 അവസ്ഥകളെയും വിടുമ്പോൾ തുരീയനെന്നും പറയും. അജ്ഞനായ ഒരാൾക്ക് തുരീയ ഭാവം ഉണ്ടാവുന്നില്ല. 3 ഭാവങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ അഭിജ്ഞനായ ഒരാൾക്ക് പ്രസ്തുത 4 ഭാവങ്ങളുമുണ്ട്. ഇവയ്ക്ക് പുറമെ 5ാമതൊരു ഭാവം ജീവനുണ്ടാവാൻ വയ്യ. ജ്ഞാനദശയിലും അജ്ഞാനദശയിലും ജീവൻ വ്യാപരിക്കുന്ന ദശാവിശേഷങ്ങൾ ആകെ 4 അവയാണ് മുൻ പറയപ്പെട്ടവ. അതിനാൽ പ്രസ്തുത 4 ദശകളോടുകൂടിയ ജീവഭാവത്തെ ഭഗവാന്റെ പൂർണ്ണാവതാരമെന്നും ഏതെങ്കിലും ചില ദശകളോടുകൂടിയതിനെ അല്പാവതാരമെന്നും പറഞ്ഞുവരുന്നു. പുരാണ പ്രസിദ്ധ ദശാവതാരങ്ങളിൽ 2 പൂർണ്ണാവതാരങ്ങളും ബാക്കി 8 അംശാവതാരങ്ങളുമെന്ന് പറയപ്പെട്ടുവരുന്നു. ശ്രീകൃഷ്ണാവതാരവും ശ്രീരാമാവതാരവുമാണ് പൂർണ്ണാവതാരങ്ങളെന്നാണ് മതം. അവ രണ്ടും 4 രൂപത്തിലുമാണ്. ശ്രീകൃഷ്ണാവതാരത്തിൽ ശ്രീകൃഷ്ണൻ, ബലരാമൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ ഇങ്ങനെയും ശ്രീരാമാവതാരത്തിൽ ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ ഇങ്ങനെയും 4 സ്വരൂപങ്ങളുണ്ട്. അതിനാൽ പൂർണ്ണാവതാരങ്ങൾ 4 സ്വരൂപത്തിലും അംശാവതാരങ്ങൾ ഏകസ്വരൂപത്തിലുമാണെന്നാണ് അഭിജ്ഞമതം. ഭഗവാൻ അയോധ്യയിൽ ദശരഥ രാജാവിന്റെ പുത്രത്വേന കൗസല്യാദി 3 രാജ്ഞിമാരിൽ കൂടെ 4 സ്വരൂപത്തിൽ അവതരിച്ചു എന്ന് പറഞ്ഞാൽ ജീവൻ പ്രപഞ്ചത്തിൽ ജന്മാന്തര സുഹൃതാതിരേകത്താൽ അഭിജ്ഞനായ മനുഷ്യനായി വിശ്വതൈജസ് പ്രാജ്ഞതുരീയങ്ങളാകുന്ന 4 ഭാവങ്ങളോടെ ജനിച്ചു എന്നർത്ഥം. അങ്ങനെ ജനിച്ചൊരു ജീവൻ പ്രപഞ്ചത്തിൽ എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ മുക്തനാകാമെന്നുമുള്ള ഭാവങ്ങളെ കീർത്തിക്കുന്നു മേൽപോട്ടുള്ള കഥാഭാഗങ്ങളെക്കൊണ്ട്. മാതാപിതാക്കന്മാരുടെയും മറ്റുള്ളവരുടെയും കണ്ണിലുണ്ണിയായി വളരുന്ന രാജകുമാരന്മാർ അവരുടെ ബാലസഹജങ്ങളായ ലീലാവിശേഷങ്ങളെക്കൊണ്ട് എല്ലാവരെയും രസിപ്പിക്കാനും രമിപ്പിക്കാനും തുടങ്ങി. വാത്സല്യാതിരേകത്താൽ പിതാവ് അവരുടെ ക്ഷേമാഭിവൃദ്ധിക്ക് വേണ്ടുന്ന എല്ലാ ഏർപ്പാടുകളും ചെയ്തു വന്നു.
ക്രമേണ വളർന്നുവരുന്ന കുമാരന്മാർക്ക് ഉപനയനത്തിന്റെ പ്രായമായി. കുലഗുരുവും പരമജ്ഞാനിയുമായ വസിഷ്ഠ മഹർഷി തന്നെ തക്ക സമയത്ത് ഉപനയനം കഴിച്ചു വിദ്യാഭ്യാസം ചെയ്യിച്ചു വന്നു. കാലം കൊണ്ട് വേദങ്ങളും ശാസ്ത്രങ്ങളും ക്ഷത്രിയന്മാർക്ക് അത്യന്താപേക്ഷിതമായ ധനുർവേദവും പഠിപ്പിക്കപ്പെട്ടു. വിദ്യാഭ്യാസാനന്തരം സമാവർത്തനവും കഴിച്ച് ബ്രഹ്മചര്യ ദീക്ഷയെ അവസാനിപ്പിച്ചു. അനന്തരം തീർത്ഥാടനവും ദേശസഞ്ചാരവും കഴിഞ്ഞ് മടങ്ങി അരമനയിൽ തന്നെ രാജകുമാരന്മാർ സുഖസമാധാനങ്ങളോടെ താമസിച്ചു വന്നു. ക്രമേണ യൗവനവും വന്നെടുത്തു. 4 കുമാരന്മാർക്കും വിവാഹോചിത പ്രായമായി. താമസിയാതെ അതും കൂടി നിർവഹിക്കണമെന്ന് മഹാരാജാവ് തീർച്ചപ്പെടുത്തി. അങ്ങനെയിരിക്കുമ്പോൾ രസകരമായൊരു സംഭവമുണ്ടായി. ഒരു ദിവസം പ്രഭാവശാലിയായ വിശ്വാമിത്ര മഹർഷി ബദ്ധപ്പാടോടുകൂടി അരമനയിലേക്ക് കയറി വന്നു. തപശക്തി കൊണ്ട് അത്യന്തം പ്രഭാവശാലിയും തേജസ്വിയുമായ വിശ്വാമിത്ര മഹർഷി ബദ്ധപ്പാടോടും പരിഭ്രമത്തോടും കൂടി വരുന്നതിനെ കണ്ട് അരമനയിലെ രാജഭൃത്യന്മാർ ആശങ്കയോടെ ഓടിച്ചെന്ന് മഹാരാജാവിനെ വിവരം ധരിപ്പിച്ചു. വേഗത്തിൽ കൂട്ടിക്കൊണ്ടുവരാൻ കൽപ്പനയായി. ദശരഥൻ തന്റെ പരിവാരജനങ്ങളോടുകൂടി മഹർഷിയെ വേണ്ട പോലെ സ്വീകരിച്ചു കൂട്ടിക്കൊണ്ടുപോയി ഉചിതമാവണ്ണം പൂജിച്ച് സൽക്കരിച്ചു. രാജാവിന്റെ ഭക്തിബഹുമാന നിർഭരമായ പൂജ്യാദ്യുപചാരം കൊണ്ട് മഹാത്മാവായ വിശ്വാമിത്രനും ഋഷിയുടെ മനമലിഞ്ഞ ആശംസകളെക്കൊണ്ട് ദശരഥനും ചരിതാർത്ഥന്മാരായി അന്യോന്യം കുശലപ്രശ്നം ചെയ്തു. അനന്തരം താൻ എന്ത് സേവനമാണ് ചെയ്തു തരേണ്ടതെന്നും വന്ന കാര്യമെന്താണെന്നും അറിയിക്കാൻ അപേക്ഷിച്ചു മഹാരാജാവ്. അതിന് മറുപടി പറയാൻ തുടങ്ങി വിശ്വാമിത്രൻ. രാജൻ, ഞങ്ങൾ വാവുതോറും നടത്തിവരുന്നൊരു യജ്ഞമുണ്ട്. പല പ്രകാരത്തിൽ അത് രാക്ഷസന്മാരാൽ മുടക്കപ്പെട്ടു വരുന്നു. നീചനീചങ്ങളായ പ്രവൃത്തികളെക്കൊണ്ട് അവർ പലപ്പോഴും ഞങ്ങളുടെ യജ്ഞകർമ്മത്തെ ദുഷിപ്പിക്കുന്നു. ഇപ്രാവശ്യമെങ്കിലും ആ ദുഷ്ടന്മാരുടെ ബാധ കൂടാതെ യജ്ഞം മംഗളകരമായി നിറവേറ്റിയാൽ കൊള്ളാമെന്നുണ്ട്. അതിന് പൗരുഷശാലിയും ആയുധപ്രയോഗത്തിലും ശത്രുസംഹാരത്തിലും സമർത്ഥനുമായ ഒരു യോദ്ധാവിന്റെ സേവനം അത്യാവശ്യമായി തീർന്നിരിക്കുന്നു. അങ്ങയുടെ പുത്രന്മാരിൽ ജ്യേഷ്ഠ സഹോദരനായ രാമൻ ഈ ആവശ്യത്തിന് തികച്ചും പറ്റിയ ഒരു യോദ്ധാവാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനാൽ രാമനെ ലക്ഷ്മണനോടുകൂടി എന്നോടൊപ്പം പറഞ്ഞയക്കണം. രാക്ഷസന്മാരുടെ ഉപദ്രവമേൽക്കാൻ ഇടവരാതെ യജ്ഞത്തെ കാത്തുരക്ഷിച്ച് യജ്ഞം കഴിഞ്ഞാൽ ഇവിടെ തന്നെ മടക്കിക്കൊണ്ടുവരികയും ചെയ്യാം. പുത്രലാലസനായ അങ്ങേക്ക് ഒരുപക്ഷെ അല്പദിവസത്തെ പുത്രവിരഹം ഒരു അസഹ്യമായ ശല്യമായി തോന്നാമെങ്കിൽ കൂടി അത് മഹത്തായൊരു കാര്യനിർവഹണത്തിനു വേണ്ടിയാണെന്നോർത്ത് സഹിക്കണം. ഇത്രയും അങ്ങ് ചെയ്തു തരുന്നുവെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ്. ഇതിൽ നിന്ന് അന്യമായ മറ്റ് യാതൊരു സേവനവും ഞാൻ അങ്ങയിൽ നിന്ന് കാംക്ഷിക്കുന്നില്ല. ഇപ്രകാരമുള്ള വിശ്വാമിത്ര മഹർഷിയുടെ വാക്ക് രാജാവിനെ സ്തബ്ധനാക്കി. എന്തു ചെയ്യണമെന്നറിയാതെ അദ്ദേഹം വിഷമിച്ചു. മഹാത്മാവും വീരശാലിയുമായ വിശ്വാമിത്ര മഹർഷിയുടെ അഭിപ്രായത്തിന് വിപരീതം പറയാനോ പ്രവർത്തിക്കാനോ വയ്യ. എന്നാൽ രാമനെ തൽക്കാലം അദ്ദേഹത്തോട് ഒരുമിച്ച് പറഞ്ഞയക്കുക എന്നതും സാധ്യമല്ല. വളരെ കാലമായി ആഗ്രഹിച്ചു കിട്ടിയ പുത്രനെ ഈ ഇളം പ്രായത്തിൽ തന്നെ ക്രൂരന്മാരും കുടിലന്മാരും മഹാശക്തന്മാരുമായ രാക്ഷസന്മാരുടെ ഇടയിലേക്ക് അയക്കുക എന്നതും വിചാരിക്കാൻ പോലും വയ്യാത്ത പ്രവൃത്തിയാണ്. എന്തു പറയണമെന്നറിയാതെ രാജാവ് വിഷണ്ണനായി. വളരെ നേരം ആലോചിച്ചു. അവസാനം ധൈര്യം അവലംബിച്ചുകൊണ്ട് അദ്ദേഹം അറിയിച്ചു, മഹാത്മാവും സർവജ്ഞനുമായ മഹർഷിയെ, അങ്ങേക്കറിയാത്തതെന്തുണ്ട്? അങ്ങയുടെ തപശക്തിക്കും വീര്യത്തിനും കഴിയാത്തതായും ഒന്നുമില്ല. അങ്ങയുടെ അഭിപ്രായത്തിന് വിപരീതം പറയാൻ ആർക്കാണ് ഈ ലോകത്തിൽ ശേഷിയുള്ളത്? എന്നാലും അങ്ങ് കാരുണ്യം കൊണ്ട് ഈ അഗതിയെ അനുഗ്രഹിക്കണം. ഒരു പുത്രമുഖം കാണാൻ വളരെ കാലമായി കൊതിച്ചു ഇപ്പോഴാണ് സാധിച്ചത്. ഇപ്പോൾ 4 പുത്രന്മാർ എനിക്കുണ്ടെങ്കിലും ജ്യേഷ്ഠപുത്രനായ രാമൻ എന്റെ പ്രാണൻ തന്നെയാണെന്ന് പറയണം. രാമനെ പിരിഞ്ഞ് ജീവിക്കാൻ പോലും ഞാൻ ശക്തനല്ല. കൂടാതെ രാമൻ ഇപ്പോഴും പൂർണ്ണ യൗവനത്തിലെത്തിയിട്ടില്ലാത്തൊരു ബാലൻ മാത്രമാണ്. പോർക്കളം അവൻ കണ്ടിട്ടുകൂടിയില്ല. ക്രൂരന്മാരും ശക്തന്മാരും മായാവികളുമായ രാക്ഷസന്മാരുടെ മധ്യത്തിലേക്ക് രാമനെ അയക്കുക എന്നത് ഒട്ടും തന്നെ ഹൃദ്യമായൊരു സംഗതിയായി തോന്നുന്നില്ല. അല്ലെങ്കിൽ അങ്ങ് അനുവദിക്കുന്ന പക്ഷം ഞാൻ തന്നെ എന്റെ വമ്പിച്ച സൈന്യബലത്തോടും ആയുധബലത്തോടും കൂടി വന്ന് കാവൽ നിന്ന് യജ്ഞത്തെ രക്ഷിക്കാൻ ശ്രമിക്കാം. ഏതായാലും രാമനെ അയക്കുക എന്നത് വിചാരിക്കാൻ പോലും കഴിയാത്തൊരു സംഗതിയാണ്. ഈ വിഷയത്തിൽ അവിടുന്ന് കനിഞ്ഞ്
അഗതിയായ ഇവനെ രക്ഷിക്കണം. പിന്നെ മറ്റൊരു കാര്യം, ഓരോരുത്തർക്ക് ഓരോ സമയത്താണ് വീര്യം വർദ്ധിക്കുന്നത്. അക്കാലത്ത് അവരെ എതിർക്കാനോ ജയിക്കാനോ ആർക്കും സാധ്യമല്ല. ആ നിലയ്ക്ക് ഇപ്പോൾ രാക്ഷസ ചക്രവർത്തിയായ രാവണന് വീര്യം വർദ്ധിച്ച സമയമാണ്. അവനോ അവന്റെ സഹചരന്മാരോ ആണ് യജ്ഞത്തിന് വിഘ്നത്തെ ചെയ്യുന്നതെങ്കിൽ അവരെ ജയിക്കാൻ ആരെക്കൊണ്ടും ഇപ്പോൾ സാധ്യമല്ല. അതിനാൽ ആ ഉപദ്രവം പൊറുക്കുകയേ നിവൃത്തിയുള്ളൂ. ഇത്രത്തോളം ദശരഥൻ പറഞ്ഞപ്പോഴേക്കും വിശ്വാമിത്രന്റെ ക്രോധാഗ്നി ആളിക്കത്തി തുടങ്ങി. എന്തു ചോദിച്ചാലും തരാമെന്നുള്ള ആദ്യത്തെ പ്രതിജ്ഞയും ആവശ്യത്തെ അറിയിച്ചപ്പോഴുള്ള വൈമനസ്യവും വിശ്വാമിത്രനെ അരിശം കൊള്ളിച്ചു. ക്രോധാഗ്നി കൊണ്ട് ദീപ്തനായ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും ആർക്കും ധൈര്യമില്ലാതായി. തീപ്പൊരി ചിതറുമാറുള്ള കണ്ണുകളെക്കൊണ്ട് രാജാവിനെ പൗരുഷമാമണ്ണം നോക്കി. പ്രതിജ്ഞാഭംഗം കൊണ്ട് സന്തുഷ്ടനായ മഹാരാജാവേ, അങ്ങ് പുത്രന്മാരോടുകൂടി സുഖമായിരിക്കൂ, ഞാൻ പോയി വരട്ടെ എന്നിങ്ങനെ യാത്രയും പറഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റു പോകാൻ തുടങ്ങി. അപ്പോൾ സൂര്യവംശത്തിന്റെ കുലഗുരുവും ബ്രഹ്മദേവന്റെ മാനസപുത്രനുമായ വസിഷ്ഠ മഹർഷി രാജാവിനും അദ്ദേഹത്തിന്റെ വംശത്തിനും വരാനിടയുള്ള ആപത്തിനെ കണ്ടറിഞ്ഞ് പെട്ടെന്ന് എഴുന്നേറ്റ് ചെന്ന് വിശ്വാമിത്രനെ അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തിൽ തന്നെ ഇരുത്തി ദശരഥ രാജാവിനോട് പറഞ്ഞു, മഹാരാജാവേ, അങ്ങ് എന്താണ് പറഞ്ഞത്? ഈ ഋഷിപുങ്കവന്റെ തപോവൈഭവത്തെ അങ്ങ് അറിഞ്ഞിട്ടില്ലേ? അങ്ങയുടെ രാമനെ രക്ഷിക്കാൻ ഇദ്ദേഹത്തിന് പ്രാപ്തിയില്ലെന്നാണോ അങ്ങ് വിചാരിക്കുന്നത്? രാക്ഷസന്മാരെ ഓടിക്കാൻ പോലും അദ്ദേഹത്തിന് പ്രാപ്തിയില്ലാഞ്ഞിട്ടാണോ അങ്ങയെ സമീപിച്ചത്? അദ്ദേഹത്തിന്റെ ഒരു ചെറിയ സങ്കല്പം കൊണ്ട് തന്നെ എത്രയോ ആയിരം രാക്ഷസന്മാർ ദഹിച്ചു വെണ്ണീറായി തീരുമെന്നിരിക്കെ രാക്ഷസ നിഗ്രഹത്തിന് അങ്ങയുടെ സഹായം അദ്ദേഹത്തിന് എന്തിനാണ്? എങ്കിലും അങ്ങയുടെ ധർമ്മം അങ്ങയെക്കൊണ്ട് നിറവേറ്റിച്ച് അങ്ങയെ കൃതാർത്ഥനാക്കാനാണ് അദ്ദേഹം വന്നത്. അത് അദ്ദേഹത്തിന്റെ കാരുണ്യം മാത്രമാണ്. അത് കാണാൻ അങ്ങയ്ക്ക് കണ്ണുണ്ടായില്ല. മഹാത്മാവായ അദ്ദേഹത്തോട് എന്തു വേണമെങ്കിലും തരാമെന്ന് ആദ്യത്തിൽ പ്രതിജ്ഞയും ചെയ്ത് ആവശ്യമറിയിച്ചപ്പോൾ സാധ്യമല്ലെന്ന് പറയുന്നത് എത്ര നീചമാണ്. പിന്നെ മറ്റൊരു കാര്യം, രാമൻ അങ്ങ് വിചാരിക്കും പോലെ കേവലം ഒരു മനുഷ്യക്കുട്ടിയോ അങ്ങയുടെ പുത്രനോ മാത്രമല്ല, രാവണാദി ദുഷ്ടരാക്ഷസന്മാരെ കൊന്ന് ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടി അവതരിച്ച സാക്ഷാൽ ശ്രീനാരായണനാണ്. അതിനാൽ രാമന് ആരിൽ നിന്നും യാതൊരാപത്തും വരാൻ പോകുന്നില്ല. മാത്രമല്ല, രാമനിൽ നിന്ന് അങ്ങുപോലും ഭയപ്പെടുന്ന രാവണാദി ദുഷ്ടന്മാർക്ക് ആപത്തുണ്ടാവാതിരിക്കാനും വയ്യ. ഈ സംഗതികളൊന്നും അങ്ങേക്കറിഞ്ഞുകൂടാ. അതാണ് അങ്ങ് രാമനെ അയക്കാൻ വിസമ്മതിച്ചത്. കൂടാതെ വിഷ്ണു ഭഗവാന്റെ യോഗമായ ശക്തിയായ ലക്ഷ്മീദേവിയും അവിടുത്തെ അവതാരകാര്യ നിർവഹണത്തിൽ സഹായിക്കാനായി വിദേഹ രാജധാനിയിൽ സീതയെന്ന പേരോടുകൂടി അവതരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവരെ അന്യോന്യം കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടിയാണ് എല്ലാം അറിയുന്ന വിശ്വാമിത്ര മഹർഷി അങ്ങയുടെ അടുത്ത് വന്ന് രാമനെ യാചിച്ചത് തന്നെ. അല്ലാതെ അങ്ങയുടെ രാമനെക്കൊണ്ട് അദ്ദേഹത്തിന് വിശേഷിച്ച് പ്രയോജനമൊന്നുമില്ല. രാമലക്ഷ്മണന്മാരെ ഇദ്ദേഹത്തിന്റെ കൂടെ അയക്കുന്നതുകൊണ്ട് അങ്ങയ്ക്ക് അനശ്വരമായ യശസ്സും ദിവ്യമായ ശ്രേയസ്സുമാണ് ഉണ്ടാവാൻ പോകുന്നത്. ഇതൊന്നും അറിയാതെ വെറുതെ വിഡ്ഢിത്തം പ്രവർത്തിച്ച് പിന്നീട് പശ്ചാത്താപത്തിനിട വരുത്തേണ്ട എന്നിങ്ങനെയുള്ള വസിഷ്ഠന്റെ വാക്കുകളെ കേട്ട് ദശരഥൻ സന്തുഷ്ടനായി വേഗത്തിൽ രാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. ശ്രീരാമൻ ലക്ഷ്മണനോടുകൂടി രാജ്യസഭയിൽ പ്രവേശിച്ച ഈ സന്ദർഭത്തിലാണ് വിശ്വാമിത്ര നിർദ്ദേശപ്രകാരം വസിഷ്ഠ മഹർഷി ശ്രീരാമന് ജ്ഞാനോപദേശം ചെയ്യുന്നത്. അതിനെയാണ് പ്രസിദ്ധമായ യോഗവാസിഷ്ഠ പ്രകരണമെന്ന് പറഞ്ഞുവരുന്നത്. ഉപദേശാനന്തരം ഉത്ബുദ്ധനായ ശ്രീരാമചന്ദ്രനെ ലക്ഷ്മണനാകുന്ന സഹോദരനോടുകൂടി ദശരഥൻ വിശ്വാമിത്രനെ ഏൽപ്പിച്ചു. വിശ്വാമിത്രൻ അവരെയും കൂട്ടി തന്റെ ആശ്രമത്തിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു. സുഹൃതാതിരേകത്താൽ ആത്മജ്ഞാനത്തിനും കൈവല്യപ്രാപ്തിക്കും പോലും അർഹതയെ സമ്പാദിച്ച ജീവൻ നല്ല കുടുംബത്തിൽ സജ്ജനങ്ങളുടെ ഇടയിൽ മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ ജന്മാന്തരവാസനാവിശേഷത്താൽ സ്വാഭാവികമായി തന്നെ സദാചാരപരനും വിനയശീലനുമായി വളർന്ന് ഭൗതിക വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധാലുവായിത്തീരും. അപ്പോൾ തന്നെ ആത്മജ്ഞാന തൃഷ്ണ അവനെ അലട്ടിക്കൊണ്ടിരിക്കും. ക്രമേണ ഭൗതിക വിദ്യാഭ്യാസം സമ്പൂർണമായി ലഭിച്ചു കഴിഞ്ഞാലും അതുകൊണ്ട് തൃപ്തനാവാതെ എന്തോ ഒന്ന് തനിക്ക് കിട്ടേണ്ടതായുണ്ടെന്നും അത് കിട്ടുമ്പോൾ മാത്രമേ താൻ കൃതാർത്ഥനാവൂ എന്നുമുള്ള ഭാവം അവനിൽ വികസിക്കാൻ തുടങ്ങും. അതിന്റെ ഫലമായി പുണ്യക്ഷേത്രങ്ങളെയും പുണ്യതീർത്ഥങ്ങളെയും പുണ്യാശ്രമങ്ങളെയും കാണാനും സേവിക്കാനുമുള്ള ശ്രദ്ധയും തൃഷ്ണയും അവനിൽ വളർന്നു വികസിക്കാൻ തുടങ്ങും. പിന്നീട് പല ക്ലേശങ്ങളും
സാഹസങ്ങളും അനുഭവിച്ച് അതുമൊക്കെ സാധിക്കും. അതുകൊണ്ടും തൃപ്തനാവാതെ ചിന്താവിഷ്ടനും അതൃപ്തനും വിരക്തനുമായി കഴിയാൻ തുടങ്ങും. തന്റെ ജീവിതത്തിന്റെ നിഷ്ഫലതയോർത്ത് ദിവസം പ്രതി കൂടുതൽ ദുഃഖിയും എപ്പോഴും അവസാനമില്ലാത്ത ചിന്ത കൊണ്ട് കൃശനും തപ്തനും ജഗത്തിലെ ഒരു പദാർത്ഥത്തിൽ പോലും ഒരു നിമിഷം കൂടി രമിക്കാൻ കഴിയാതെ വളർന്നുകൊണ്ടിരിക്കുന്ന തീവ്ര വൈരാഗ്യത്തോടു കൂടിയവനുമായി തീരും. അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സുഹൃതവിശേഷത്താലും ഈശ്വരകാരുണ്യത്താലും യാദൃച്ഛികമായി ഗുരുലാഭമുണ്ടാവുന്നത്. ഈശ്വരൻ തന്നെ ഗുരുസ്വരൂപേണ വരികയാണ് ചെയ്യുന്നതെന്ന് പറയണം. ഗുരുലാഭം കൊണ്ട് അറിയേണ്ടതിനെ അറിയാനും പ്രാപിക്കേണ്ടതിനെ പ്രാപിക്കാനും കഴിയുമ്പോൾ കൃതാർത്ഥനും സുഖിയുമായി തീരുന്നു. പറഞ്ഞ സമ്പ്രദായങ്ങളൊക്കെ അതേപോലെ തന്നെയാണ് ശ്രീരാമചന്ദ്രനുണ്ടായത്. ഉത്കൃഷ്ടമായ വംശത്തിൽ ജനിച്ചു, സദാചാരനിഷ്ഠനും വിനയശീലനുമായി വളർന്നു, ഭൗതിക വിദ്യാഭ്യാസം പൂർണ്ണമായി സാധിച്ചു. അതുകൊണ്ട് തൃപ്തനായില്ല, തീർത്ഥാടനം ചെയ്തു. പിന്നെയും അതൃപ്തനും ദുഃഖിയുമായി പ്രപഞ്ചത്തിൽ രമിക്കാതെ തീവ്ര വൈരാഗ്യത്തോടെ കഴിയാൻ തുടങ്ങി. അപ്പോഴാണ് വിശ്വാമിത്രനാകുന്ന ഗുരുവിനെ ലഭിക്കാനിടയായത്. ഗുരു ആദ്യം തന്നെ തത്വവിചാരം ചെയ്യിച്ച് ആത്മബോധമുണ്ടാക്കുന്നു. താൻ ശരീരമോ മറ്റു കാരണങ്ങളോ അല്ല, ആത്മാവാണ്. താൻ ഒരിക്കലും ജനിച്ചിട്ടില്ല, മരിക്കാനും പോകുന്നില്ല. താൻ അപരിച്ഛിന്ന സച്ചിദാനന്ദ സ്വരൂപനായ സാക്ഷാൽ ഈശ്വരനാണ് എന്ന് വാഗ്രൂപേണ ബോധ്യപ്പെടുത്തുന്നു. അതാണ് സദസ്സിൽ വെച്ച് വിശ്വാമിത്രൻ വസിഷ്ഠനെക്കൊണ്ട് സാധിച്ചത്. അനന്തരം പ്രസ്തുത ആത്മസ്വരൂപത്തെ സാക്ഷാത്കരിച്ച് താതാത്മ്യാനുഭൂതിയെ അനുഭവിക്കാൻ പറ്റുന്ന ബ്രഹ്മവിദ്യയെ കൊടുത്ത് അനുഗ്രഹിക്കലാണ് ഗുരു ചെയ്യേണ്ടിയിരിക്കുന്നത്. വിദേഹപുത്രിയും അയോനിജയുമായ സീതാദേവിയാകുന്ന ബ്രഹ്മവിദ്യയെ ശ്രീരാമചന്ദ്രനോട് കൂട്ടി യോജിപ്പിച്ച് അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ടുപോയതും. ബ്രഹ്മവിദ്യാപ്രാപ്തിക്ക് പിന്നെയും തടസ്സമായി വിലങ്ങടിച്ചു നിൽക്കുന്ന വിപരീത ശക്തികളെ അകറ്റാതെ ഒരാൾക്ക് എത്ര തന്നെ അറിവുണ്ടെങ്കിൽ കൂടി വിദ്യാപ്രാപ്തി സാധ്യമല്ല. അതിനാൽ ആ കൃത്യമാണ് ഗുരു പിന്നീട് ആദ്യം നിർവഹിക്കുന്നത്. അതുതന്നെയാണ് വിശ്വാമിത്ര മഹർഷിയും ചെയ്യുന്നത്. അതെങ്ങനെയെന്നുള്ള വിവരണമാണ് ഇനി മേലോട്ടുള്ള കഥാഭാഗങ്ങൾ. പലർക്കും ആഗ്രഹമുണ്ടായിരുന്നു സീതാദേവിയെ വരിക്കാൻ. ആർക്കും കൊടുക്കില്ലെന്നാരും പറഞ്ഞതുമില്ല. എന്നാലും ആഗ്രഹിച്ചവർക്കൊന്നും വരിക്കാൻ കഴിഞ്ഞതുമില്ല. മാഹേശ്വര ശാപം ഭഞ്ജിക്കുന്നവർക്ക് കൊടുക്കാമെന്ന് ജനകൻ പ്രതിജ്ഞ ചെയ്തു. അതിനുവേണ്ടി ശക്തന്മാരായ പല യോദ്ധാക്കന്മാരും വന്നുചേരുകയും വില്ലുമുറിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ അവർക്കൊന്നും കഴിഞ്ഞില്ല. ശ്രീരാമൻ കേവലം ബാലനായിരുന്നു. എന്നിട്ടും നിഷ്പ്രയാസം മാഹേശ്വര ശാപത്തെ ഭഞ്ജിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ശാരീരിക ശക്തിയല്ല പ്രസ്തുത ശാപഭഞ്ജനത്തിനാവശ്യമെന്ന് വ്യക്തമാവുന്നു. കൂടാതെ ശ്രീരാമനൊഴിച്ച് മറ്റാരും താടകയെ കൊല്ലുകയോ മാരീച സുബാഹുക്കളെ നിയമിക്കുകയോ ചെയ്തിട്ടല്ല ശാപഭഞ്ജനത്തിനു വന്നത്. അപ്പോൾ താടകയെ കൊന്ന് മാരീച സുബാഹുക്കളെ നിയമനം ചെയ്തവർക്ക് മാത്രം ഭഞ്ജിക്കാൻ കഴിയുന്ന ഒന്നാണ് മാഹേശ്വര ശാപമെന്നും മാഹേശ്വര ശാപത്തെ ഭഞ്ജിക്കുന്നവർക്ക് കിട്ടാവുന്നതാണ് ബ്രഹ്മവിദ്യയാകുന്ന സീതാദേവി എന്നും വ്യക്തമാകുന്നു. അങ്ങനെ ചെയ്യുന്നവർക്ക് ഇപ്പോഴും കിട്ടുന്നു സീതാദേവിയെ. എങ്ങനെയെങ്കിലും സീതയെ കിട്ടണമെന്ന് വളരെയധികം ആഗ്രഹിച്ച ആളായിരുന്നു രാവണൻ. താടകയെ കൊല്ലാനോ മാഹേശ്വര ശാപത്തെ ഭഞ്ജിക്കാനോ ഒന്നും രാവണന് കഴിഞ്ഞിട്ടില്ല. എങ്കിലും സീതയെക്കുറിച്ച് ഒഴിക്കാൻ പാടില്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു താനും. അതിന്റെ ഫലമായി കട്ടുകൊണ്ടുപോയി. എന്നിട്ടും അനുഭവിക്കാൻ പറ്റിയില്ല. എന്താണതിന് കാരണം? ശ്രീരാമന് മാത്രമേ സീത വശകയായിട്ടുള്ളൂ. മറ്റാർക്കും സീതയെ കിട്ടില്ല. സ്വയം രാമനായി തീർന്നവർക്ക് മാത്രമേ സീത വശകയാവൂ എന്ന തത്വം ഈ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. താടകയെ കൊല്ലുകയും മാരീച സുബാഹുക്കളെ അടക്കുകയും അഹല്യയെ ഉണർത്തുകയും മാഹേശ്വര ശാപത്തെ ഭഞ്ജിക്കുകയും ചെയ്ത് രാമനായി തീർന്ന ഒരാൾക്ക് മാത്രമേ സീത വശകയാവൂ. അങ്ങനെയൊന്നും ചെയ്തവരായിരുന്നില്ല സീതയെ ആഗ്രഹിച്ചു ചെന്നവരെന്ന് വ്യക്തമാണല്ലോ. അതിനാൽ അവർക്കാർക്കും സീതാദേവിയെ വരിക്കാനും കഴിഞ്ഞില്ല. ശരീരത്തെയാണ് ദശരഥനായി ചിത്രീകരിച്ചിരിക്കുന്നതെന്നാദ്യം പറഞ്ഞുവല്ലോ. ശരീരധർമ്മങ്ങൾ മിക്കപ്പോഴും ആത്മജ്ഞാന സമ്പാദനത്തിനും ബ്രഹ്മനിഷ്ഠയ്ക്കും തടസ്സമായി വിലങ്ങടിച്ചു നിൽക്കും. അതാണ് ദശരഥൻ ശ്രീരാമനെ വിശ്വാമിത്രനോടുകൂടെ അയക്കുന്നതിൽ തടസ്സമായി വിലങ്ങടിച്ചു നിൽക്കുന്നതിന്റെ രഹസ്യം. എന്നാൽ സത്സംഗം കൊണ്ട് ആ തടസ്സം നീങ്ങി ശരീരത്തെ ഇഷ്ടം പോലെ ബ്രഹ്മനിഷ്ഠയ്ക്ക് ഉപയോഗിക്കാറായി തീരുമെന്ന്
വസിഷ്ഠന്റെ ഉപദേശത്താൽ ദശരഥൻ അനുവദിച്ചതിൽ നിന്നും വ്യക്തമാവുന്നു. വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരോടുകൂടി അയോധ്യയിൽ നിന്ന് പുറപ്പെട്ടു. നഗരവും നാടും കടന്ന് കാട്ടിലെത്തിയ ഉടനെ അവർക്ക് ബലയും അബലയുമാകുന്ന 2 മഹാമന്ത്രങ്ങളെ ഉപദേശിക്കുകയാണ് ആദ്യം ചെയ്തത്. പ്രസ്തുത മന്ത്രങ്ങളുടെ ഉപാസന കൊണ്ട് അവർ വിശപ്പും ദാഹവുമാകുന്ന ശരീരധർമ്മപീഠയിൽ നിന്ന് മുക്തന്മാരായി. പിന്നെയും മുന്നോട്ടു പോയപ്പോൾ താടകയെന്ന ഭയങ്കര രാക്ഷസി താമസിക്കുന്ന ഘോരവനത്തിലെത്തി. താടകയെ ഭയന്ന് ആരും ആ വഴിക്ക് പോവുക പതിവില്ല. അങ്ങനെയുള്ള ഭയങ്കര രാക്ഷസിയുടെ പുരോഭാഗത്താണ് മൃത്യുവക്ത്രത്തിലെന്ന പോലെ അവർ എത്തിച്ചേർന്നത്. വിശ്വാമിത്രൻ താടകയുടെ ഭയാനകതയെയും അവൾ ലോകത്തിനു ചെയ്യുന്ന അപഹാരത്തെയും ശ്രീരാമനു വേണ്ട പോലെ പറഞ്ഞുകൊടുത്തു. അതിനാൽ അവളെ കൊല്ലണമെന്നും അതിനേറ്റവും പറ്റിയ സന്ദർഭം ഇപ്പോൾ തന്നെയാണെന്നും കൂടി ഉപദേശിച്ചു. അത് കേൾക്കേണ്ട താമസം പൗരുഷശാലിയായ ശ്രീരാമൻ തന്റെ വില്ലിൽ ഞാണ് കയറ്റി ഞാണൊന്ന് വലിച്ചുവിട്ടു. ചെറു ഞാണൊരു ശബ്ദം ആ ഭയങ്കര വനത്തെ മുഴുവൻ ശബ്ദായമാനമാക്കി. ഭയങ്കരമായ ഇടിവെട്ടും പോലെ ആ കാട്ടിൽ മുഴുവൻ മുഴങ്ങിയ ഞാണുലി വനാന്തർഭാഗത്ത് ഗാഠനിദ്രയിൽ ആണ്ടുകിടന്നിരുന്ന താടകയുടെ കർണദ്വാരങ്ങളെ തുളച്ചുകയറി ഞെട്ടിത്തെറിപ്പിച്ചു. ഭയാവേശത്തോടു കൂടും വണ്ണം ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ ഭയങ്കരിയായ താടക ആ കാട് മുഴുവൻ മാറ്റൊലി കൊള്ളുമാറ് ഉച്ഛണ്ഡമാകും വണ്ണം അട്ടഹസിച്ചുകൊണ്ട് ശബ്ദം കേട്ട ദിക്കിലേക്ക് പാഞ്ഞു ചെന്നു. അസ്ഥിമാലകളെക്കൊണ്ടും ആന്ത്രമാലകളെക്കൊണ്ടും അലങ്കരിച്ച പർവ്വതാകാരമായ ഭീപൽ ശരീരവും നെരിപ്പോടുകൾ പോലെ ഉരുട്ടിമിഴിച്ച വട്ടക്കണ്ണുകളും കരാളങ്ങളായ ധ്രംഷ്ടങ്ങളും കരിമ്പന പോലുള്ള കരചരണങ്ങളും കൂടിച്ചേർന്ന് ആ ഭയങ്കര സത്വം രാജകുമാരന്മാരുടെയും ഋഷിയുടെയും പുരോഭാഗത്തെത്തി. ആരെയും ഭയപ്പെടുത്തുന്ന ആ രാക്ഷസിയെ കണ്ടപ്പോൾ ശ്രീരാമചന്ദ്രൻ തുടങ്ങിയവർക്ക് അറപ്പും വെറുപ്പുമാണുണ്ടായത്. ഋഷിയുടെ നിർദ്ദേശപ്രകാരം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഉടൻ തന്നെ തീക്ഷ്ണമായൊരു ബാണമെടുത്ത് വില്ലിൽ തൊടുത്തു. താടകയുടെ വിശാലമായ മാർവിടത്തെ ലക്ഷ്യമാക്കി അഭിമന്ത്രിച്ചയച്ചു. രാമലക്ഷ്മണന്മാരെ വിഴുങ്ങത്തക്ക നിലയിൽ വായ് പിളർന്നുവരുന്ന ആ ഘോരരാക്ഷസി അടുത്തെത്തുന്നതിനു മുൻപ് ശ്രീരാമചന്ദ്രന്റെ അതിതീക്ഷ്ണമായ ശരം മാറിൽ തറച്ചു. കാറ്റടിച്ചു പർവ്വതമെന്ന പോലെ മറിഞ്ഞു വീണു. ഉച്ചണ്ടാട്ടഹാസത്തോടെ മറിഞ്ഞു വീണ ആ ഭീപത്സ സത്വത്തിന്റെ മാറിൽ നിന്ന് നദിയെന്ന പോലെ രക്തം പ്രവഹിച്ചു. അതിനെ പിന്നിട്ട് ഋഷിയും രാജകുമാരന്മാരും മുന്നോട്ട് നടന്നു. ദിവസങ്ങളെ പിന്നിട്ട് അവർ വിശ്വാമിത്ര മഹർഷിയുടെ പുണ്യാശ്രമത്തിലെത്തി. മഹർഷി യാഗത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു. അതറിഞ്ഞ് രാക്ഷസന്മാരും അവിടെ തയ്യാറായി. മഹർഷി എപ്പോൾ യാഗം ആരംഭിക്കുന്നെന്ന് നോക്കി നിന്നിരുന്ന ഒരു സംഘം രാക്ഷസന്മാർ അവിടെ ചുറ്റിത്തിരിഞ്ഞു നടന്നിരുന്നു ഏതു സമയത്തും. അവരിൽ പ്രമാണിമാരായിരുന്നു താടകാസോദരരായ മാരീചനും സുബാഹുവും. ശ്രീരാമൻ താടകയെ കൊന്നുവെന്നും വിശ്വാമിത്രന്റെ യാഗം രക്ഷിക്കാൻ വന്നിരിക്കുകയാണെന്നും കൂടി കേട്ടപ്പോൾ അവരുടെ ക്രോധം ഒന്നുകൂടി വർദ്ധിച്ചു. ഏതായാലും രാമചന്ദ്രനോട് ഏറ്റുമുട്ടണമെന്ന് തന്നെ അവർ തീർച്ചപ്പെടുത്തി. അതിന് തക്ക നിലയിൽ തയ്യാറെടുത്ത് ഒരുങ്ങി നിന്നു. ക്രമേണ മുഹൂർത്ത സമയമായപ്പോൾ യാഗം ആരംഭിച്ചു. യാഗം തുടങ്ങിയപ്പോൾ രാക്ഷസന്മാർ ആകാശത്തുനിന്ന് രക്തം, മത്സ്യം, മാംസ്യം തുടങ്ങിയവ വർഷിക്കാനും തുടങ്ങി. ശ്രീരാമൻ വേഗത്തിൽ മൂർത്ത ഒരു ശരമെടുത്ത് സുബാഹുവിനെ ലക്ഷ്യമാക്കി അയച്ചു. അതുകൊണ്ട് ആ രാക്ഷസൻ ചത്തുവീണു. രാക്ഷസന്മാർ ആകപ്പാടെ ഭയപ്പെട്ടു. ചിലർ ഓടാൻ തുടങ്ങി. മറ്റു ചിലർ പരിഭ്രമിച്ച് അങ്ങിങ്ങ് മാറി നിന്നു. താമസമുണ്ടായില്ല. ശ്രീരാമചന്ദ്രൻ രണ്ടാമതും ഒരു ശരമെടുത്ത് മാരീചനെ ലക്ഷ്യമാക്കി അയച്ചു. തനിക്ക് അഭിമുഖമായി വരുന്ന അഗ്നിജ്വാല പോലുള്ള രാമശരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാരീചൻ പലതും ചെയ്തു നോക്കി. എന്തു ചെയ്തിട്ടും രാമബാണം തന്നെ വിട്ടു പോകുന്നില്ലെന്ന് കണ്ട് ഭയാക്രാന്തനായി ഓടാൻ തുടങ്ങി. മുന്നിൽ മാരീചനും പിന്നാലെ ശരവുമായി ഓടിയോടി അവസാനം സമുദ്രത്തിൽ ചെന്നു വീണു. അഗാധ ജലപ്പരപ്പിന്റെ അടിത്തട്ടിൽ പോയി ഒളിച്ചു മാരീചൻ. പുറത്തേക്ക് പൊന്തിയാൽ കൊല്ലത്തക്ക നിലയിൽ ബാണം വെള്ളത്തിനു മുകളിൽ കാവലുമായി. അങ്ങനെ കുറെ ദിവസങ്ങൾ തന്നെ കഴിഞ്ഞു. അതിനിടയ്ക്ക് മഹർഷിയുടെ യാഗവും നിർവിഘ്നമായി നിറവേറി. അതോടെ രാമബാണം മടങ്ങി ആവനാഴിയിൽ വന്നു വീഴുകയും ചെയ്തു. പ്രാണഭയം കൊണ്ട് ആർത്തനായ മാരീചൻ സമുദ്രത്തിൽ നിന്ന് ഏതോ ഒരു മൂലയിൽ പതുക്കെ പൊന്തി ഭയാക്രാന്തനായി ഓടി എവിടെയോ കാട്ടിൽ പോയി ഒളിക്കുകയും ചെയ്തു. വിശ്വാമിത്രൻ തന്റെ യാഗം നിർവിഘ്നം നിറവേറിയെന്ന കാരണത്താൽ അത്യന്ത സന്തുഷ്ടനായി. രാമഭദ്രന്റെ പ്രഭാവത്തെയും പൗരുഷത്തെയും വാഴ്ത്തി. അനന്തരം പല ദിവ്യാസ്ത്ര പ്രയോഗങ്ങളെയും
വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് ഉപദേശിച്ചു. ഏതാനും ദിവസങ്ങൾ സൽക്കഥകളെയും പറഞ്ഞ് രസിച്ചുകൊണ്ടവർ ആശ്രമത്തിൽ തന്നെ കഴിച്ചുകൂട്ടി. അനന്തരം അവർ 3 ആളും കൂടി വിദേഹ രാജ്യത്തേക്ക് പുറപ്പെട്ടു. അവിടെ ജനകപുത്രിയായ സീതാദേവിയുടെ വിവാഹവും അതിനോടനുബന്ധിച്ച മഹേശ്വര ചാപഭഞ്ജനവും നടക്കാൻ പോവുന്നുണ്ടെന്നും അത് രസകരമായൊരു കാഴ്ചയാണെന്നും വിശ്വാമിത്രൻ രാജപുത്രന്മാരെ ധരിപ്പിച്ചു. കേട്ടപ്പോൾ അവർക്കും അത് കാണാൻ കൗതുകം ജനിച്ചു. അന്ന് തന്നെ അവർ 3 ആളും കൂടി മിഥില രാജ്യത്തേക്ക് യാത്രയുമായി. കാട്ടിൽ കൂടെ പല സ്ഥലങ്ങളെയും പിന്നിട്ടുകൊണ്ടവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ജന്തുശൂന്യവും എന്നാൽ ദിവ്യവും പ്രസിദ്ധവുമായ ഗൗതമാശ്രമത്തിലെത്തി. എല്ലാം കൊണ്ടും അത്യന്താകർഷകവും ദിവ്യവുമായ ആ പുണ്യാശ്രമം ജന്തുശൂന്യമായി കണ്ട് ആശ്ചര്യപ്പെട്ട ശ്രീരാമചന്ദ്രൻ ഋഷിയോട് അതിന്റെ വൃത്താന്തത്തെ ചോദിച്ചു. വിശ്വാമിത്രൻ പണ്ട് ഗൗതമനും പത്നിയായ അഹല്യയും അവിടെ തപോനിഷ്ഠരായി കഴിഞ്ഞിരുന്ന വർത്തമാനത്തെയും അഹല്യയുടെ സൗഭാഗ്യവിശേഷത്താൽ ആകർഷിക്കപ്പെട്ട ഇന്ദ്രൻ കപടമായി ഗൗതമവേഷം കെട്ടി അഹല്യയെ പ്രാപിച്ചതും ആ അനാചാരത്തെ തന്റെ ദിവ്യദൃഷ്ടി കൊണ്ട് കണ്ടറിഞ്ഞ ഗൗതമൻ അഹല്യയെ കല്ലായി തീരാൻ ശപിച്ചതും മറ്റുമാകുന്ന കഥയെ അവർക്ക് വിസ്തരിച്ചു പറഞ്ഞുകൊടുത്തു. അനന്തരം കല്ലായി നിൽക്കുന്ന അഹല്യയെയും കാണിച്ചുകൊടുത്തു. ശ്രീരാമന്റെ പാദസ്പർശമുണ്ടാകുമ്പോൾ വീണ്ടും പൂർവസ്ഥിതിയെ പ്രാപിക്കുമെന്നാണ് ഗൗതമൻ ശാപമോചനമായി കൊടുത്ത അനുഗ്രഹമെന്നും ഋഷി പറഞ്ഞുകൊടുത്തു. അതിനാൽ രാമചന്ദ്രൻ പാദം കൊണ്ട് ശിലയെ സ്പർശിച്ചാൽ ശില അഹല്യാദേവിയായി തീരുമെന്നും അങ്ങനെ ചെയ്യണമെന്നുകൂടി ഋഷി നിർദ്ദേശിച്ചു. ശ്രീരാമപാദസ്പർശമേറ്റതോടെ അഹല്യ ശിലാരൂപത്തെ വിട്ട് ആദ്യത്തെ പോലെ തന്നെ അഹല്യാദേവിയായി. സന്തോഷത്താലും ചാരിതാർത്ഥ്യത്താലും മതിമറന്ന് ശ്രീരാമചന്ദ്രനെ പ്രദക്ഷിണം ചെയ്ത് വീണ് നമസ്കരിച്ച് ഭക്തിവിവശയായി വാഴ്ത്തി സ്തുതിച്ചു. സന്തുഷ്ടനായ ഭഗവാൻ അഹല്യാദേവിയെ അനുഗ്രഹിച്ചു. ദേവി ഗൗതമ സന്നിധാനത്തിലേക്ക് യാത്രയുമായി. വീണ്ടും അവർ മുന്നോട്ട് നടന്ന് ഗംഗയെ കടന്നു. ക്രമേണ മിഥില രാജ്യത്തിന്റെ അതിർത്തിയിലെത്തി. പട്ടണത്തിൽ പ്രവേശിച്ചു. ചുറ്റി നടന്ന് രാജധാനിയുടെ പുരോഭാഗത്തെത്തി. അപ്പോഴാണ് ജനകരാജാവ് വിശ്വാമിത്ര മഹർഷി തേജസ്വികളായ ഏതോ 2 രാജകുമാരന്മാരോടുകൂടി വന്നിരിക്കുന്നുവെന്ന വർത്തമാനമറിഞ്ഞത്. ഉടനെ തന്നെ മഹാരാജാവ് തന്റെ പുരോഹിതനായ ശതാനന്ദനോടും മംഗളപദാർത്ഥങ്ങളോടും കൂടി വന്ന് മഹർഷിയെ എതിരേറ്റു കൂട്ടിക്കൊണ്ടുപോയി. ജനകൻ അവരെ വിധിയാവണ്ണം പൂജിക്കുകയും സൽക്കരിക്കുകയും ചെയ്തു. അനന്തരം അന്യോന്യം കുശലപ്രശ്നം ചെയ്തു. രാമലക്ഷ്മണന്മാരെ ജനകരാജാവിന് പരിചയപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കലും അവസാനിക്കാതെ എല്ലാറ്റിലേക്കും എപ്പോഴും കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്ന ആഗ്രഹത്തെയാണ് ഇവിടെ താടകയായി ചിത്രീകരിച്ചിരിക്കുന്നത്. തന്റെ തന്നെ ചിത്തമാകുന്ന കൊടുംകാട്ടിൽ ആരെയും അങ്ങോട്ടടുക്കാൻ സമ്മതിക്കാതെ, ചിത്തത്തെ അറിയാൻ സമ്മതിക്കാതെ ചിരകാലമായി താമസിച്ചു വരുന്ന ഭയങ്കരിയായ രാക്ഷസി തന്നെ കാമം. അധ്യാത്മമാർഗത്തിൽ സഞ്ചരിക്കുന്ന ജിജ്ഞാസുവായ മുമുക്ഷുവിന് അതിനെ ജയിച്ചല്ലാതെ ഒരടിപോലും മുമ്പോട്ട് വയ്ക്കാൻ വയ്യ. ഒന്നിലും ഒരു പ്രകാരത്തിലുള്ള ആഗ്രഹവുമില്ലാതാവണം. ശരീരധർമ്മങ്ങളിൽ തൃഷ്ണയും പരിഭ്രമവുമില്ലാതാവുമ്പോൾ മാത്രമേ ഒരാൾക്ക് ആഗ്രഹത്തെ ജയിക്കാനുള്ള ശേഷിയുണ്ടാവൂ. അതിനാൽ ബ്രഹ്മവിദ്യാ പ്രദാനത്തിനു മുമ്പ് ഗുരു ആദ്യം ശിഷ്യന്റെ ശരീരധർമ്മങ്ങളിലുള്ള തൃഷ്ണയെയും പിന്നീട് ആഗ്രഹങ്ങളെയും അകറ്റുന്നു. അതാണ് വിശ്വാമിത്രൻ ചെയ്തത്. ബലാബല മന്ത്രങ്ങളെക്കൊണ്ട് ശരീരധർമ്മങ്ങളിലുള്ള തൃഷ്ണയെയും പരിഭ്രമത്തെയും അകറ്റി. പിന്നീട് താടകയെ കൊല്ലിച്ചു. അതായത് സർവാഭിലാഷങ്ങളെയും നിശേഷം അകറ്റി. ഇത്രയുമായാൽ സുഖദുഃഖങ്ങളെ അടക്കലാണ് പിന്നീട് ചെയ്യേണ്ടിയിരുന്നത്. മാരീച സുബാഹുക്കളുടെ വിജയം കൊണ്ട് അതും സാധിച്ചു. സങ്കല്പം മാത്രമാണ് സുഖദുഃഖങ്ങൾക്കാസ്പദം. മനസ്സ് ഏതൊന്നിനെ ഇഷ്ടപ്പെടുന്നുവോ അതിനെ സുഖമായും മനസ്സ് വെറുക്കുന്നതിനെ ദുഃഖമായും കരുതുന്നു. മനസ്സ് തന്നെ അസതസ്തുവാണെങ്കിൽ പിന്നെ അതിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് എത്രമാത്രം സത്യത്വമുണ്ടാവും? മനസ്സും അതിന്റെ ഇഷ്ടാനിഷ്ടങ്ങളും കേവലം അസത്യങ്ങളാണെങ്കിൽ അവയെ അവലംബിച്ചു നിൽക്കുന്ന സുഖദുഃഖങ്ങൾ മൃഗതൃഷ്ണ പോലെ ഭ്രാന്തി മാത്രങ്ങളല്ലാതെ മറ്റെന്താണ്? വിഷയങ്ങളിലുള്ള ആഗ്രഹങ്ങളെ അവലംബിച്ചാണിവയെല്ലാം നിലനിൽക്കുന്നത്. അതാണ് മാരീച സുബാഹുക്കൾ താടകയുടെ സഹോദരന്മാരാണെന്ന് പറഞ്ഞതിന്റെ ചമൽക്കാരം. ആഗ്രഹത്തോടൊപ്പം ഉണ്ടാവുന്നവയാണിവയെല്ലാം. ആഗ്രഹത്തെ ജയിക്കുന്നതോടൊപ്പം അവയെല്ലാം ദുർബലങ്ങളായിത്തീരും. ആഗ്രഹങ്ങളും
സുഖദുഃഖാദി ദ്വന്ദ്ങ്ങളും അകലുമ്പോൾ ചിത്തത്തിന് ശുദ്ധി കിട്ടും. ഇത്തരം ആചരണങ്ങളെക്കൊണ്ട് ചിത്തശുദ്ധി വന്ന ഒരാൾക്ക് കർമ്മയോഗം ആരംഭിക്കാം. അതാണ് പിന്നീട് ചെയ്യുന്ന യാഗാദികളെക്കൊണ്ടും സൂചിപ്പിക്കുന്നത്. നിഷ്കാമരൂപേണ ചെയ്യപ്പെടുന്ന കർമ്മയോഗാനുഷ്ഠാനം കൊണ്ട് ചിത്തം അത്യന്ത പാവനമായി തീരുകയും വിഷയങ്ങളിൽ നിന്ന് കേവലം നിവർത്തിക്കുകയും ചെയ്യുന്നു. വിഷയങ്ങളിൽ നിന്ന് നിശേഷം നിവർത്തിച്ച ചിത്തത്തിൽ ഈശ്വരാർപ്പണ ഭാവവും ഭഗവൽ പ്രേമവും സ്വാഭാവികമായി വളരാൻ തുടങ്ങും. സ്വാഭാവികമായി ഒരാളുടെ ചിത്തത്തിന് ഈശ്വരനിൽ ഭക്തിയും അഭക്തിയും രണ്ടുമില്ല. ഈശ്വരന്റെ യോഗം കൊണ്ട് സുഖാനുഭൂതിയുണ്ടെങ്കിൽ വിയോഗം കൊണ്ട് ദുഃഖാനുഭൂതിയും ഉണ്ടാവേണ്ടതല്ലേ? എന്നാൽ അങ്ങനെ കാണുന്നില്ല. ഈശ്വരനോടുകൂടി ചേർന്ന് സുഖിക്കുകയോ അല്ലെങ്കിൽ വിട്ടു നിൽക്കേണ്ടി വന്നതുകൊണ്ട് ദുഃഖിക്കുകയോ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിലല്ലേ ഈശ്വരീയമായ ഏതെങ്കിലും ഒരു ഭാവത്തിന്റെ സ്ഫുരണമുണ്ട് ചിത്തത്തിലെന്ന് പറയാൻ വയ്ക്കൂ. ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്താണ് പറയേണ്ടത്? ഈശ്വരനോടുകൂടി ചേർന്നാൽ സുഖമുണ്ടെന്നെല്ലാവർക്കും അറിയാം. എന്നാൽ അത് സാധിക്കുന്നില്ലെങ്കിൽ വിട്ടുനിൽക്കുന്നതുകൊണ്ടുള്ള ദുഃഖം അനുഭവിക്കേണ്ടേ? അതുമില്ലെങ്കിൽ ഒരാളുടെ ചിത്തം ഈശ്വരനെ അപേക്ഷിച്ച് എങ്ങനെ ഇരിക്കുന്നു എന്നാണ് പറയേണ്ടത്? കല്ലുപോലെ നിർവികാരമായിരിക്കുന്നു എന്ന് പറയണം. ഈശ്വരഭാവത്തെ അപേക്ഷിച്ച് ഒരാളുടെ ചിത്തം കല്ലുപോലെ നിർവികാരമാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല. അതാണ് കല്ലായി കിടക്കുന്ന അഹല്യയുടെ രൂപം. ഈശ്വരഭാവം കൊണ്ട് അതിനെ തട്ടിയുണർത്തി ഈശ്വരപ്രേമം കൊണ്ട് നിറയ്ക്കണം. നിഷ്കാമകർമ്മ യോഗാനുഷ്ഠാനം കൊണ്ട് അത്യന്ത ശുദ്ധി വന്ന ഒരാൾക്കിതൊക്കെ അറിയാനും പ്രവർത്തിക്കാനും സാധിക്കുന്നു. അതൊക്കെയാണ് ശ്രീരാമൻ ചെയ്തതും വിശ്വാമിത്രൻ ചെയ്യിച്ചതും. ഈശ്വരപ്രേമം കൊണ്ടും തത്വവിചാരാത്മകമായ ആത്മജ്ഞാനം കൊണ്ടും തീവ്ര വൈരാഗ്യം കൊണ്ടും പരിപക്വത വന്നു. സംസാരത്തിൽ നിന്നും ശരീരാദ്യുപാധികളിൽ നിന്നും വിട്ടുമാറിയ അത്യന്ത സംശുദ്ധയായ പ്രജ്ഞ കൊണ്ട് മാത്രമേ ഒരാൾക്ക് ബ്രഹ്മവിദ്യയെ പ്രാപിക്കാൻ കഴിയൂ. അതിനാണ് രാമലക്ഷ്മണന്മാർ ഭേദബുദ്ധിയാകുന്ന ഗംഗയെ കടന്ന് ബ്രഹ്മവിദ്യയാകുന്ന സീതയെ പ്രാപിക്കാൻ ശരീരാഭിമാനം വിട്ട സ്ഥലമായ വിദേഹരാജ്യത്തെത്തിയതും. ശ്രീരാമചന്ദ്രന്റെ ആകൃതിയും പ്രകൃതിയും ജനക മഹാരാജാവിനെ വളരെ ആകർഷിച്ചു. രാമൻ വില്ലെടുത്ത് കുലച്ചു മുറിക്കുകയാണെങ്കിൽ തന്റെ പുത്രിയായ സീതയെ വിവാഹം ചെയ്തു കൊടുക്കാമായിരുന്നു. പക്ഷേ രാമനത് സാധിക്കുമോ എന്തോ എന്നൊക്കെ സംശയിച്ചു ജനകരാജാവ്. ഏതായാലും തന്റെ അഭിപ്രായം വെളിവാക്കുക തന്നെ എന്ന് കരുതി വിശ്വാമിത്ര മഹർഷിയോട് സംഗതികളൊക്കെ പറഞ്ഞു. ജനകന്റെ അഭിപ്രായം കേട്ടപ്പോൾ വിശ്വാമിത്രനും വളരെ സന്തോഷമായി. അദ്ദേഹം ശ്രീരാമനെക്കൊണ്ട് സീതാവിവാഹം നടത്തിക്കാൻ കരുതിക്കൂട്ടി തന്നെ വന്നിരിക്കുകയാണ്. പക്ഷേ അത് മറ്റാരെയും അറിയിച്ചിട്ടില്ലെന്ന് മാത്രം. താൻ ജനകരാജാവിനോട് അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. അത് അദ്ദേഹം തന്നെ ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ വിശ്വാമിത്രൻ വളരെ സന്തുഷ്ടനായി. ജനകരാജാവിന്റെ അഭിപ്രായം കേട്ട ഉടനെ അദ്ദേഹം മറ്റൊന്നും ആലോചിക്കാതെ വേഗത്തിൽ ശ്രീരാമന് വില്ല് കാണിച്ചു കൊടുക്കാൻ മാത്രം പറഞ്ഞു. രാജാവിനും വളരെ സന്തോഷമായി. മന്ത്രിയെ വിളിച്ചു വില്ലെടുപ്പിച്ചു കൊണ്ടുവരാൻ കൽപ്പനയായി. അനവധി ഭടന്മാർ കൂടി താങ്ങിപ്പിടിച്ച് വില്ല് രാജസഭാ മണ്ഡപത്തിലെത്തിച്ചു. സീതാവിവാഹം അനവധി ആളുകൾ കണ്ടതാണ് ജനകരാജധാനിയിലെ മാഹേശ്വര ചാപം. അവർക്കൊക്കെ സീതയെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷേ ആർക്കും കഴിഞ്ഞില്ല വില്ല് മുറിക്കാൻ. വിശ്വാമിത്രന്റെ ശിക്ഷണത്തിൽ വളർന്ന ശ്രീരാമനാണ് അവസാനമായി വില്ല് കാണാൻ ചെന്നിരിക്കുന്നത്. എത്രയോ വലിയ വലിയ യോദ്ധാക്കന്മാരൊക്കെ ചെന്നിട്ടും അവരുടെയൊക്കെ എല്ലാ കഴിവും ഉപയോഗപ്പെടുത്തിയിട്ടും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഈ മഹാചാപത്തെ ഭഞ്ജിക്കാൻ ഇപ്പോഴും തികഞ്ഞ യൗവനത്തിൽ പോലും എത്തിക്കഴിഞ്ഞിട്ടില്ലാത്ത ശ്രീരാമചന്ദ്രൻ അരയും തലയും മുറുക്കി ഇറങ്ങുന്നത് കണ്ടപ്പോൾ കണ്ടുനിന്നിരുന്ന ജനങ്ങൾക്ക് ബഹുരസമായി. അവർ പല അഭിപ്രായങ്ങളും അന്യോന്യം കൈമാറി. എങ്കിലും അതൊന്നും ആരും വകവച്ചില്ല. വില്ല് കണ്ടതോടെ വിശ്വാമിത്ര മഹർഷി കണ്ണുകൊണ്ട് ശ്രീരാമചന്ദ്രന് നിർദ്ദേശം കൊടുത്തു. രാമചന്ദ്രൻ അരയും തലയും മുറുക്കി തയ്യാറെടുത്ത് മുന്നോട്ട് നീങ്ങി. ഇടത്ത് കൈകൊണ്ട് വില്ല് പൊക്കി വലത്ത് കൈകൊണ്ട് ഞാൻ കെട്ടി വലിച്ചതും ഭയങ്കര ശബ്ദത്തോടുകൂടും വണ്ണം വില്ല് മുറിഞ്ഞ് 2 കഷ്ണങ്ങളായി. സർവ്വജനങ്ങളും സന്തോഷഭരിതന്മാരായി. ആശ്ചര്യം കൊണ്ടും സന്തോഷം കൊണ്ടും ആവിഷ്ടന്മാരായി അരമനയിലുള്ളവരെല്ലാം. ഉടനെ തന്നെ മഹാരാജാവിന്റെ നിർദ്ദേശപ്രകാരം സീതാദേവി രംഗത്തിൽ പ്രവേശിച്ചു. രാമചന്ദ്രന്റെ കണ്ഠത്തിൽ വരണമാല്യം ചാർത്തി. അയോധ്യയിലേക്കാളുപോയി ദശരഥനെ വിവരം ധരിപ്പിച്ചു. സന്തുഷ്ടനായ ദശരഥ മഹാരാജാവ് രാജ്ഞിമാരോടും
എല്ലാ പരിവാരങ്ങളോടും കൂടി മിഥിലയിലേക്ക് യാത്രയായി. ദശരഥന്റെ 4 പുത്രന്മാരും അവിടെ വെച്ച് വിവാഹിതന്മാരായി. ജനകരാജാവിന്റെ ഔരസപുത്രിമാരായ ഊർമിള, ശ്രുതികീർത്തി, മാണ്ഡവി എന്നീ കന്യകമാരെ ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നിവരും വിവാഹം കഴിച്ചു. വളരെയധികം ആർഭാടത്തോടും ആഘോഷത്തോടും കൂടി നടത്തപ്പെട്ട രാജപുത്രിമാരുടെ വിവാഹാഘോഷം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ജനകരാജാവ് ദശരഥ മഹാരാജാവിനെയും രാജകുമാരന്മാരെയും അവരുടെ നവവധുക്കളെയും വേണ്ട രീതിയിൽ യാത്രയാക്കി. വമ്പിച്ച ഘോഷയാത്രയായി അയോധ്യ രാജാവും പരിവാരങ്ങളും സ്വഗൃഹത്തിലേക്ക് യാത്രയുമായി. എല്ലാ ആഡംബരങ്ങളോടും ആർഭാടങ്ങളോടും കൂടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്ന ആ രാജകീയ ഘോഷയാത്ര മിഥിലയിൽ നിന്ന് പുറപ്പെട്ട് കുറേ ദൂരം വന്നപ്പോഴാണ് ഒരു എതിർപ്പിനെ നേരിടേണ്ടി വന്നത്. ഭൃഗുപുത്രനായ പരശുരാമനായിരുന്നു എതിരാളി. മാഹേശ്വര ശാപത്തെ ശ്രീരാമൻ ഭഞ്ജിച്ചു എന്ന് കേട്ടപ്പോൾ ഇളകിയതായിരുന്നു ഭാർഗവരാമൻ. സ്വതവേ തന്നെ ക്ഷത്രിയാന്തകനായ അദ്ദേഹത്തിന് അയോധ്യ രാജകുമാരന്റെ വിജയം അസഹ്യമായൊരു അസ്വസ്ഥമായി തീർന്നു. അതായിരുന്നു എതിർപ്പിന്റെ കാരണം. പരശുരാമൻ കലശലായി ക്ഷോഭിച്ചു. തന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്, അതെടുത്ത് രാമൻ ഞാൻ കെട്ടി അസ്ത്രം തൊടുക്കണം, ഇല്ലെങ്കിൽ തന്നോട് യുദ്ധത്തിനു വരണം. ഇത് രണ്ടും ചെയ്യാത്ത പക്ഷം 2 രാമന്മാരുണ്ടാവാൻ താൻ സമ്മതിക്കില്ല. ഏതെങ്കിലും ഒരു രാമൻ ഇപ്പോൾ നശിക്കണം എന്നൊക്കെയാണ് പരശുരാമന്റെ വാദം. ദശരഥൻ വല്ലാതെ ഭയപ്പെട്ടു. ഭാർഗവന്റെ കാലു പിടിച്ചു കേണപേക്ഷിച്ചു ദശരഥൻ. പക്ഷേ അതുകൊണ്ടൊന്നും ജാമദഗ്നൻ കൂട്ടാക്കിയില്ല. അവസാനം ശ്രീരാമൻ മുന്നോട്ട് വന്ന് ഭാർഗവന്റെ വില്ല് വാങ്ങി നിഷ്പ്രയാസം ഞാൻ കെട്ടി ശരം തൊടുത്തു. ലക്ഷ്യം കാണിച്ചു തരാൻ പറഞ്ഞു. തൊടുത്ത ശരം മടക്കിയെടുക്കില്ല. ലക്ഷ്യം കാണിച്ചു തരാത്ത പക്ഷം തല പോവുമെന്ന് ശ്രീരാമനും പറഞ്ഞു. തന്റെ കയ്യിലുള്ള അസാധാരണമായ വില്ല് കുലയേറ്റുകയും തന്റെ തല തന്നെ ലക്ഷ്യമാക്കുകയും ചെയ്യണമെങ്കിൽ സാധാരണ മനുഷ്യനൊന്നും സാധ്യമില്ലെന്നിരിക്കെ എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് വീണ്ടും വീണ്ടും ആലോചിച്ചപ്പോൾ ഭാർഗവരാമന് ബോധ്യപ്പെട്ടു, ശ്രീരാമൻ സാക്ഷാൽ ശ്രീനാരായണന്റെ അവതാരമാണെന്ന്. അതിനാൽ എല്ലാ അഹങ്കാരവും അടങ്ങി ഭഗവാനെ പ്രദക്ഷിണം വെച്ച് വീണ്ടും നമസ്കരിച്ച് കീർത്തനങ്ങളെക്കൊണ്ടും ദിവ്യമന്ത്രങ്ങളെക്കൊണ്ടും സ്തുതിച്ചു. ദീപാന്തരത്തിലുള്ള രാക്ഷസന്മാരെ രാമശരത്തിന് ലക്ഷ്യമാക്കാൻ അപേക്ഷിച്ചു. അത് പ്രകാരം ചെയ്തു. ഭാർഗവരാമൻ ശ്രീരാമനാൽ അനുഗ്രഹീതനായി. ആയുധം വെച്ച് മഹേന്ദ്ര പർവ്വതത്തിൽ തപസ്സിനായി പോവുകയും ചെയ്തു. അനന്തരം വിശേഷ സംഭവങ്ങളൊന്നും കൂടാതെ മഹാരാജാവും പരിവാരങ്ങളും അയോധ്യയിൽ മടങ്ങിയെത്തി. സുഖസമാധാനങ്ങളോടും സമൃദ്ധിയോടും കൂടി അവിടെ സുഖവാസം ആരംഭിച്ചു. രാജകുമാരന്മാർ നവവധുക്കളോടുകൂടി പല രാജകീയ ഭോഗങ്ങളെയും അനുഭവിച്ചുകൊണ്ട് അരമനയിൽ സുഖിച്ചു വന്നു. ശരീരത്തിൽ സകല കരണങ്ങളെയും അവയവങ്ങളെയും എപ്പോഴും ചലിപ്പിച്ചുകൊണ്ട് വൃത്താകാരേണ ചുറ്റിത്തിരിയുന്ന പ്രാണവൃത്തത്തെയാണിവിടെ മാഹേശ്വര ചാപമെന്ന് പറഞ്ഞിരിക്കുന്നത്. വൃത്തികളെക്കൊണ്ടാണ് അതിന് 5 വകഭേദങ്ങൾ പറയപ്പെട്ടിരിക്കുന്നത്. പ്രാണൻ ഒന്നു തന്നെ. വൃത്താകാരത്തിലുള്ള പ്രാണനെ നിർത്തി നീളത്തിലാക്കി നിശ്ചലമാക്കി തീർക്കൽ തന്നെ മാഹേശ്വര ചാപഭഞ്ജനം. അത് പൗരുഷം കൊണ്ടോ ശരീരശക്തി കൊണ്ടോ സാധിക്കേണ്ടതല്ല, സാധിക്കാവുന്നതുമല്ല. അധ്യാത്മ സാധനങ്ങളെക്കൊണ്ടും അധ്യാത്മശക്തി കൊണ്ടും മാത്രം സാധിക്കേണ്ടതാണ്. അതാണ് ശ്രീരാമനൊഴിച്ച് മറ്റാർക്കും മാഹേശ്വര ചാപത്തെ ഭഞ്ജിക്കാൻ കഴിയാതിരുന്നത്. വിദേഹന്റെ ഗൃഹത്തിൽ ശ്രീപുരഹന്താവായ ഭഗവാൻ ശ്രീപരമേശ്വരൻ തന്നെ വെച്ചതാണ് പ്രസ്തുത ചാപം. ഈശ്വരനാൽ നിക്ഷിപ്തമാണ് ശരീരത്തിലെ പ്രാണവൃത്തം, മനുഷ്യനിർമ്മിതമല്ല. ആത്മജ്ഞാന തൃഷ്ണ കൊണ്ട് ശരീരാഭിമാനം വിടുന്ന ഒരാൾക്കേ അതറിയാൻ കഴിയൂ. അതാണ് വിദേഹന്റെ ഗൃഹത്തിൽ വെച്ചു എന്ന് പറഞ്ഞതിന്റെ താൽപര്യം. അധ്യാത്മ സാധനകളെക്കൊണ്ട് വാസനകൾ ക്ഷയിച്ച് പ്രാണന ശുദ്ധകുംഭവൃത്തി കിട്ടുമ്പോൾ എല്ലാ കരണങ്ങളും നിശ്ചലങ്ങളും പ്രശാന്തങ്ങളുമാകും. ചിത്തത്തിന്റെ വിക്ഷേപവും ആവരണവും കേവലം അകലും. അപ്പോൾ ആത്മബോധമാകുന്ന വിദ്യ പ്രകാശിക്കുന്നു. പ്രസ്തുത വിദ്യ തന്നെ സീതാദേവി. ജിജ്ഞാസുവായ ഒരാൾക്ക് തീവ്ര സാധനകളെക്കൊണ്ട് ക്രമേണ ഈ നിലയൊക്കെ വന്ന് ബ്രഹ്മവിദ്യയാകുന്ന സീതാദേവിയെ വിവാഹം കഴിക്കാൻ സാധിക്കുന്നു. വിദ്യാപ്രസാദം കൊണ്ട് ആത്മബോധമുണ്ടാവുമ്പോൾ ശരീരത്തിൽ കൂടി അതിന്റെ ലക്ഷണങ്ങൾ പ്രകാശിക്കും. അതാണ് ദശരഥനെ അറിയിച്ചതും അദ്ദേഹം വിവാഹത്തെ ആഘോഷിച്ചതുമൊക്കെ ചമൽക്കാരത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. ആത്മബോധിയായി കഴിഞ്ഞ ഒരാൾ സംസാരത്തിൽ വ്യാപരിച്ചാൽ കൂടി
ഭേദബുദ്ധിയുണ്ടാവില്ല. ഭേദബുദ്ധിയുടെ നിരാസമാണ് ഭാർഗവരാമനുമായുള്ള സംഘട്ടനം കൊണ്ട് സൂചിപ്പിച്ചത്. ജീവനും ഈശ്വരനും വാസ്തവത്തിൽ രണ്ടല്ല, ഒന്നാണ്. എങ്കിലും രണ്ടാണെന്ന ബോധം കൊണ്ടാണല്ലോ നാനാത്വബോധം വളർന്നുകൊണ്ടിരിക്കുന്നത്. നാനാത്വബോധമുള്ളപ്പോൾ രാഗദ്വേഷങ്ങളും മതമത്സരങ്ങളുമൊക്കെയുണ്ടാവും. എന്നാൽ നാനാത്വം തീർന്ന് ഏകാത്മബോധം ഉദിക്കുമ്പോൾ, അതായത് താനും ഈശ്വരനും രണ്ടല്ലെന്ന ബോധമുണ്ടാവുമ്പോൾ, എല്ലാ രാഗദ്വേഷങ്ങളും മതമത്സരങ്ങളും അവസാനിക്കുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ ശ്രീരാമനും പരശുരാമനും രണ്ടല്ല, ഒന്നാണ്. എങ്കിലും രണ്ടെന്ന ബോധം കൊണ്ടാണല്ലോ സംഘട്ടനമുണ്ടായത്. ഒന്നെന്ന ബോധമുദിച്ചപ്പോൾ അവരുടെ രാഗദ്വേഷങ്ങളും മതമത്സരങ്ങളുമെല്ലാം അവസാനിക്കുകയും ചെയ്തു. രണ്ട് രാമനില്ല, ഒരു രാമനേയുള്ളൂ. ഒരു രാമനെ തന്നെ രണ്ടായി തോന്നുക മാത്രമാണ് ചെയ്യുന്നതെന്ന് ബോധ്യം വന്നിട്ടാണല്ലോ അവരുടെ സംഘട്ടനം അവസാനിച്ചത്. അതായത് ജീവേശ്വരൈക്യ ബോധമുണ്ടായപ്പോൾ നാനാത്വം നീങ്ങി എന്നർത്ഥം. സീതാവിവാഹം കഴിഞ്ഞ് അയോധ്യയിൽ മടങ്ങിവന്ന് സുഖവാസം ആരംഭിച്ചു എന്ന് പറഞ്ഞ് അവിടെ വെച്ചാണ് ബാലകാന്ഡമെന്ന ഒന്നാമത്തെ കാണ്ഡം അവസാനിപ്പിക്കുന്നത്. ബാല്യകൗമാരദശകൾ കഴിഞ്ഞ് യൗവനത്തിലേക്കെത്തി എന്നതുകൊണ്ടാണല്ലോ ബാലകാന്ഡം അവസാനിച്ചത്. ശ്രീരാമചന്ദ്രന്റെ ബാല്യദശയിലെ ചരിത്രങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി യൗവനത്തിലെ ചരിത്രങ്ങളാണ് പറയാൻ പോകുന്നതെന്നും സൂചിപ്പിക്കുന്നു. അങ്ങനെ തന്നെ അധ്യാത്മജീവിതത്തിലെ ബാലപാഠങ്ങൾ അവസാനിച്ചു. ഇനി പ്രൗഢപാഠങ്ങളാണ് മേലോട്ട് പറയാൻ പോകുന്നതെന്നും ഇതുകൊണ്ട് ധ്വനിപ്പിച്ചിരിക്കുന്നു.